പ്രൈസ് ദി ലോർഡ്. ഈ നല്ല സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. പലയിടങ്ങളിലിരുന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ധ്യാനിപ്പാൻ, അതിനായിട്ട് സമയം മാറ്റിവെക്കാനൊക്കെ ദൈവം നമുക്ക് നൽകിയ വലിയ കൃപയ്ക്കായിട്ട് നന്ദി പറയാം. കാരണം ദൈവത്തിൻ്റെ കൃപയാണ് നമ്മൾ അതിനായിട്ട് സഹായിക്കുന്നത്. പലവിധമായിട്ട് തിരക്കുകളൊക്കെ ഉണ്ട്. എന്നാൽ അതിൻ്റെയൊക്കെ നടുവിൽ ദൈവത്തിൻ്റെ വചനമാണ് നമ്മളെ ഭാരങ്ങൾ എടുത്തു മാറ്റി, ആകുലങ്ങൾ എടുത്തു മാറ്റി, ആശ്വസിപ്പിച്ച് സമാധാനം നൽകി നമ്മെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം എന്താണെന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ്. കാരണം നമ്മുടെ ഉള്ളിൽ ഒത്തിരി ആകുലങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ട്. എന്തായിത്തീരും, ഭാവിയെക്കുറിച്ചാണ് ഏറെ പങ്കും ആളുകൾക്ക് ആശങ്ക. എന്നാൽ കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നൊരു കാര്യം, ഞാൻ നിനക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്, നിൻ്റെ ഭാവി എൻ്റെ കയ്യിൽ സുരക്ഷിതമാണ്. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഉദ്ദേശത്തിലേക്ക് നമ്മൾ നടക്കുമ്പോഴാണ് ഒരു വ്യക്തിക്ക് സ്വസ്ഥതയും സമാധാനവും സന്തോഷമൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കാൻ കഴിയുന്ന ഒരു കർത്താവ് നമുക്കുള്ളത്. ആ കർത്താവ് വാഗ്ദത്തങ്ങൾ വിശ്വസ്തന് വാക്കു മാറാത്തവനാണെന്ന് എപ്പോഴും നമ്മൾ പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അത് ക്രിസ്തുവിൽ ഉവ്വ് എന്നും ആമേൻ എന്നുമാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എന്തൊക്കെയാണെന്ന് ദൈവവചനത്തിലാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിലൊന്നും കുറഞ്ഞു പോകാതെ എല്ലാം നമുക്ക് അനുഭവിക്കാനായിട്ട് ദൈവം എല്ലാ കാര്യക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വചനത്തിലേക്ക് ഉറ്റുനോക്കി വചനത്തിൽ കൈവച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ വാഗ്ദത്തം അങ്ങ് എനിക്ക് നൽകിയിട്ടുള്ളതാണല്ലോ. കർത്താവെ, ആ വാഗ്ദത്തത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എന്നെ നടത്തണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മളതിനായിട്ട് സഹായിക്കും, എൻ്റെ തടസ്സങ്ങളൊക്കെ മാറ്റും. ഒപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഹൃദയത്തിലേക്ക് ഒന്ന് നോക്കണം. ഈ ദൈവികമായിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന എന്തെങ്കിലും എൻ്റെ ഉള്ളിൽ മറിഞ്ഞു കിടപ്പുണ്ടോ, വ്യസനത്തിലുള്ള മാർഗ്ഗം പിന്നിലുണ്ടോ എന്ന് നോക്കണം. ശാശ്വത മാർഗത്തിൽ നടക്കണം. എന്തെങ്കിലും കെട്ടപ്പെട്ട് കിടക്കുന്ന അനുഭവങ്ങളുണ്ടോ, ദൈവികമായിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന രീതിയിൽ, വാതിലുകൾ അടയുന്ന രീതിയിൽ എന്തെങ്കിലും എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കിടപ്പുണ്ടോ, കയ്പോ പകയോ വെറുപ്പോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ അത് നമ്മൾ നീക്കിക്കളയണം. അതൊരിക്കലും നമുക്ക് നല്ലതല്ല. ദൈവിക അനുഗ്രഹങ്ങൾക്ക് അത് തടസ്സമാണ്. കാരണം അങ്ങനെയുള്ള മേഖലകളിൽ ഇരുന്നാണ് പിശാച് അവകാശം പറയുന്നത്. അതുകൊണ്ടാണ് കൃത്യതയോടുകൂടി ദൈവവചനം നമ്മളത് ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ ദൈവത്തോട് ചേർന്ന് നമ്മൾ നടക്കാൻ തുടങ്ങുമ്പോൾ ദൈവികമായിട്ടുള്ള അനുഗ്രഹങ്ങളൊക്കെ പ്രാപിക്കുന്ന വ്യക്തിയായിട്ട് നമ്മൾ മാറും. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം ലേഖനം അതിൻ്റെ 8-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം അവനെ അറിയുന്നു. കേട്ടോ, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തി ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അറിയുന്നൊരു ദൈവമുണ്ട്. ആ ദൈവം, നമ്മൾ ദൈവത്തെ എന്തിനാണ് സ്നേഹിക്കുന്നത്? ദൈവത്തിൻ്റെ സ്നേഹത്തെ നമ്മൾ അറിയണം, ദൈവത്തോട് ചേർന്ന് നടക്കണം, ദൈവത്തോടു കൂടെ വസിക്കണം, ദൈവം നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന നിത്യഭവനത്തിൽ ചേർക്കപ്പെടണം, ദൈവത്തെ മുഖാമുഖം കാണണം, തേജസ്സുള്ള കർത്താവിനെ തേജസ്സിൽ കാണണം. ഇതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ബന്ധം, അതിൻ്റെ മുന്നോടിയായിട്ടാണ് ദൈവത്തോടുള്ള സ്നേഹം ഒരു വ്യക്തിയിലേക്ക് വരുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങിയതല്ല, ദൈവമാണ് ആദ്യം നമ്മളെ സ്നേഹിച്ചത്, ദൈവമാണ് നമ്മളെ തേടി വന്നത്, ദൈവമാണ് ദൈവത്തെ അറിയുവാനായിട്ട് നമ്മുടെ ഹൃദയത്തെ തുറന്നത്. അപ്പോൾ നമ്മൾ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ അത് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി നമ്മളിൽ ആരംഭിച്ചത് കൊണ്ടാണെന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് ദൈവവചനം പറഞ്ഞത്, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തു യേശുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഭാരപ്പെടാനും നിരാശപ്പെടാനും ഒക്കെയുള്ള നിരവധി സാഹചര്യങ്ങളുണ്ട് നമുക്ക്. കാരണം നമ്മുടെ മനസ്സാണ് പ്രശ്നം. മനസ്സ് പലപ്പോഴും അസ്വസ്ഥമാകും. മനസ്സ് കംഫർട്ട് അല്ലെങ്കിൽ ഭയങ്കര ഡിസ്റ്റർബാകും. മനസ്സ് നമ്മൾ ആഗ്രഹിച്ച പോലെ പോയില്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഭാരപ്പെടും. എന്നാൽ ഇതിനൊക്കെ നമ്മൾ മാറ്റുന്നത് ആത്മാവിനാൽ നയിക്കപ്പെടുമ്പോഴാണ് ഈ പറയുന്ന എല്ലാ അവസ്ഥകളിൽ നിന്നൊക്കെ മനസ്സിനെ മാറ്റി ഓരോ സാഹചര്യങ്ങളുടെ നടുവിലും മനസ്സ് പുതുക്കാനും, ദൈവഹിതം എന്താണെന്ന് മനസ്സിലാക്കാനും, ദൈവത്തെ മഹത്വപ്പെടുത്താനും, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും ദൈവത്തെ പാടി സ്തുതിച്ച് ആരാധിപ്പാനും ഒക്കെ സാധിക്കുന്നത്. നമ്മളെല്ലായ്പ്പോഴും പ്രാർത്ഥിക്കണമെന്ന് ദൈവവചനം നമ്മളോട് പറയുന്നുണ്ട്. ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കണം. കാരണം ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കാൻ നമുക്കൊരു ആലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതിന് പരിധിയുണ്ട്, അല്ലേ? കൂട്ടായ്മകളിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്ന പരിധിയുണ്ട്. എന്നാൽ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നതിന് ഒരിക്കലും ഒരു പരിധിയില്ല. നമുക്ക് എല്ലായ്പ്പോഴും എന്ത് ചെയ്യാം? ആത്മാവിൽ പ്രാർത്ഥിക്കാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ക്രമീകരണങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്?
കർത്താവ് ചെയ്തു തരുന്നുണ്ട്. തൻ്റെ ആത്മാവിനെ ദൈവം തൻ്റെ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. എല്ലായ്പ്പോഴും ആത്മാവിൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഹൃദയത്തിൽ വരുന്ന ഭാരങ്ങൾ, ഉത്കണ്ഠകൾ, ആശങ്കകൾ, നിരാശകൾ, ഒത്തിരി സംഭവങ്ങളുണ്ട് ഈ മനസ്സിൽ വരുന്നത്. ഇതെല്ലാം അപ്പോൾ നീക്കി കളഞ്ഞിട്ട് ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ സമാധാനം നിറയും. സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം ക്രിസ്തുയേശുവിൽ ഹൃദയങ്ങളെയും നിനവുകളെയും കാക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹൃദയം, നിനവ്. കാരണം നമ്മൾ അകത്തിരിക്കുന്ന ഒരു വിഷയത്തെ എപ്പോഴും ബുദ്ധി പിടിച്ചെടുത്തിട്ട് ബുദ്ധി ഐഡിയകൾ ഇങ്ങനെ പറയാൻ തുടങ്ങും. എന്നാൽ ദൈവത്തിൻ്റെ സമാധാനം ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ നിറയുമ്പോൾ ബുദ്ധി പറയുന്ന ഐഡിയകളല്ല, ദൈവം എന്തു പറയുന്നു അതിനായിട്ട് മനസ്സിനെ പുതുക്കും. അതുകൊണ്ടാണ് വചനം പറയുന്നത് സകല ബുദ്ധിയെയും കവിയുന്ന നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കത്ര വേണ്ടത്. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെ ആവശ്യങ്ങൾ? ശാരീരികം, മാനസികം, ആത്മീകം, ഭൗതികം, എല്ലാ ആവശ്യങ്ങളും നമുക്ക് ദൈവത്തോട് അറിയിക്കാം. ദൈവത്തോട് അറിയിച്ചു കഴിഞ്ഞാൽ ദൈവം അത് തള്ളിക്കളയുന്നൊരു ദൈവമല്ല. നമ്മൾ ദൈവസന്നിധിയിൽ കൊടുക്കുന്ന ഓരോ വിഷയത്തിനും ഉത്തരമുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. ദൈവസന്നിധിയിലേക്ക് അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കത്ര വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും കാക്കും. അത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ സമാധാനത്താൽ നിറയപ്പെട്ട് നയിക്കപ്പെടുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ദൈവഹിതത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് കേട്ടത്. പ്രത്യേകിച്ച് വിതക്കാരൻ വിതയ്ക്കാൻ പോയ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിരുന്നു. വിതച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലത് വഴിയരികിൽ വീണു, അത് ചവിട്ടിക്കളഞ്ഞു. പറവ കൊത്തിക്കൊണ്ടുപോയ കാര്യമൊക്കെ നമ്മളെപ്പോഴും കേൾക്കുന്ന, പക്ഷെ അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, അത് എന്ത് ചെയ്തു? ചവിട്ടിക്കളഞ്ഞു. ഞാൻ പറഞ്ഞു, നമ്മൾ കേൾക്കുന്ന വചനങ്ങളൊക്കെ അത് വേണ്ടുവണ്ണം നമ്മളുടെ വ്യക്തി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാതിരിക്കുന്ന അവസ്ഥയെയാണ് ചവിട്ടിക്കളയുക എന്ന് പറയുന്നത്. കാരണം നമുക്കെപ്പോഴും ആഗ്രഹം നമ്മളെ രസിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ഒരു അനുഗ്രഹത്തിൻ്റെ തലത്തിലേക്ക് കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ വിടുവിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ദൈവം പ്രവർത്തിക്കുമെന്ന് പറയുന്ന വചനങ്ങളോടാണ് കൂടുതൽ താല്പര്യം. എന്നാൽ അനേകം കഷ്ടങ്ങളിൽ കൂടി നാം ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതാണ്. കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധ പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് കഷ്ടങ്ങളിലും സന്തോഷിക്കണമെന്ന് പറയുന്ന വചനത്തിനോടൊന്നും വലിയ താല്പര്യമില്ല. വിശുദ്ധിയെ തികയ്ക്കണം, ദിവ്യസ്വഭാവത്തിൽ കൂട്ടാളിയാകണം, പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപമാകണം, നന്മയാൽ തിന്മയെ ജയിക്കണം, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്കണം എന്നൊക്കെ പറയുന്ന വചനങ്ങളോടൊന്നും വലിയ താല്പര്യമില്ല. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള വചനങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ അതിനോട് അത്ര താല്പര്യം പ്രകടിപ്പിക്കാറില്ല, അല്ലെങ്കിൽ അതിനൊന്നും വലിയ ആമേൻ പറയാറില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഇഷ്ടമുള്ള കുറേ വചനങ്ങൾ കേൾക്കുക എന്നുള്ളതല്ല. ദൈവികമായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളെ ദൈവം ആഗ്രഹിക്കുന്ന ഒരളവിലേക്ക് പണിതെടുക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതി. അപ്പോൾ ഇതിന് നമ്മൾ പൂർണ്ണമായിട്ട് സമർപ്പിച്ചെങ്കിൽ ഇത് സാധ്യമാകത്തുള്ളൂ. കാരണം ഈ ദൈവവചനം പറയുന്നത്, നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുയേശുവിൻ്റെ നാളോളം അതിന് തികയ്ക്കും. അപ്പോൾ ഒരു വലിയ ദൈവിക പദ്ധതിയിലേക്ക് നമ്മളെ നടത്തുമ്പോൾ ക്രിസ്തുയേശുവിൻ്റെ നാൾ, കർത്താവിൻ്റെ വരവാണ് ഈ പറയുന്ന അർത്ഥം എന്ന് പറയുന്നത്. കർത്താവ് മധ്യാകാശത്ത് വെളിപ്പെടുമ്പോൾ നമ്മൾ കണ്ണിമയ്ക്ക് രൂപാന്തരപ്പെട്ട് തേജസ്സിലേക്ക് എടുക്കപ്പെടണം. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ ആയിത്തീരണം. ആ ആയിത്തീരുവാനായിട്ട് നമ്മളെ പൂർണ്ണമായിട്ടുള്ള സമർപ്പണവും ദൈവത്തോട് ചേർന്ന് നമ്മൾ നടന്നെങ്കിൽ മാത്രമേ ഈ പറയുന്നൊരു അനുഭവത്തിലേക്ക് നമ്മൾ ഒരുക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് വചനം എപ്പോഴും പറയുന്നത്, ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മൾ നയിക്കപ്പെടണം എന്നൊക്കെ പറയുന്നത്. മനസ്സിലായോ? അതല്ലെങ്കിൽ ദൈവം ഉദ്ദേശിച്ച സമയത്ത് നമ്മളുടെ ആ ദൈവം ആഗ്രഹിച്ചതുപോലെ നല്ല പ്രവൃത്തി ആരംഭിച്ചു, ക്രിസ്തുയേശുവിൻ്റെ നാളോളം തികയ്ക്കണം എന്ന് പറയുന്നൊരു കാര്യം നടന്നില്ലെങ്കിൽ നമ്മൾ ദൈവം ഉദ്ദേശിച്ച പോലെ അങ്ങ് ആയിത്തീരത്തില്ല. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ദൈവം ഓരോ സാഹചര്യം നമുക്ക് പലപ്പോഴും തുടക്കത്തിൽ ഒടുക്കം അറിയത്തില്ല, ദൈവത്തിന് തുടക്കത്തിൽ ഒടുക്കം അറിയാം. ദൈവം ഒരിക്കലും നമുക്ക് ദോഷം ചെയ്യുന്നതല്ല. മനസ്സിലായോ? അപ്പോൾ കർത്താവ് നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളതാണ് എപ്പോഴും നൽകി തരുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. സ്വന്തം പുത്രനെയല്ലേ നമുക്ക് നൽകി തന്നെ, കുറഞ്ഞൊന്നും അല്ലല്ലോ. ഒരു ദാസനെ അല്ല അയച്ചത്, ഒരു ദൂതനെ അല്ല അയച്ചത്, സ്വന്തം പുത്രനെ നമുക്ക് നൽകി തന്നത്. അതുകൊണ്ട് വചനം പറയുന്നത്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് നൽകി തന്നവൻ അവനോട് കൂടെ നമുക്ക് ആവശ്യമായതെല്ലാം നൽകി തരാതിരിക്കുമോ? കേട്ടോ, സ്വന്തം പുത്രനെ തന്ന കർത്താവ് നമുക്ക് ആവശ്യമായി നൽകി തരാതിരിക്കുമോ? ഇല്ല, നമുക്ക് ആവശ്യമായതൊക്കെ സകലതും ധാരാളമായിട്ട് അനുഭവിക്കാൻ തരുന്ന ഒരു കർത്താവ് നമുക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടാകണം. നമ്മൾ ഈ ചവിട്ടിക്കളഞ്ഞ വചനം എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്ന് പറഞ്ഞാൽ, കേൾക്കുന്ന വചനത്തെ വേണ്ടുവണ്ണം ഹൃദയത്തിൽ സംഗ്രഹിക്കാതെ ആ വചനത്തിൻ്റെ പ്രവൃത്തിപാതയിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ അതിനോടുള്ള എൻ്റെ ഒരു സമീപനമാണ് ഈ പറഞ്ഞത്. ആ വചനത്തിലൂടെ എനിക്ക് അത്ര താല്പര്യം വരാത്ത ഒരു അനുഭവം, എൻ്റെ ഇഷ്ടങ്ങളിലേക്ക് പോകാനായിട്ടുള്ള എൻ്റെ ഒരു ത്വര,
അതാണ് ഈ ചവിട്ടി കളയുക എന്ന് പറയുന്നത്. അങ്ങനെ ചവിട്ടി കളയുമ്പോൾ എന്ത് സംഭവിക്കും? അത് പറവ കൊത്തിക്കൊണ്ട് പോകും. പറവ കൊത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ആ വചനം നമ്മളുടെ വ്യക്തി ജീവിതത്തിൽ പ്രാവർത്തികമാകത്തില്ല. പ്രാവർത്തികമാകാതിരുന്നാൽ ദൈവീയ ജീവൻ നമ്മളിൽ നിറയത്തില്ല. ദൈവീയ ജീവൻ നിറയണമെങ്കിൽ ആ വചനം നമ്മളിൽ ക്രിയ ചെയ്ത് നമ്മളിൽ നിന്നും നീങ്ങിപ്പോകേണ്ടത് നീക്കിക്കളയണം. അങ്ങനെ നീക്കിക്കളയുമ്പോഴാണ് ആ ദൈവികമായിട്ടുള്ള സ്വഭാവം നമ്മളിൽ നിറയുന്നത്. അതിന് ഞാൻ പൂർണ്ണമായിട്ടും അനുവദിക്കാതിരുന്നാൽ, ആ വചനത്തെ തള്ളിക്കളഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകുന്നത് ദൈവം നമ്മളിലേക്ക് നിറയ്ക്കുവാൻ ആഗ്രഹിച്ച തേജസ്സാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ വഴിയരികു വീണ വിത്തുണ്ട്, തുടർന്ന് പിന്നെ 2 കാര്യങ്ങൾ കൂടി നമ്മൾ കേട്ടു. മുള്ളിനിടയിൽ വീണ വിത്ത്, ആ മുള്ളിനിടയിൽ വീണ വിത്തും നമ്മളുടെ മനസ്സിൻ്റെ അവസ്ഥയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വചനം കേൾക്കുമ്പോൾ ഈ മുള്ളുകൾ, എന്തൊക്കെ മുള്ളുകളാണ് എൻ്റെ ഉള്ളിലുള്ളത് എന്ന് നമ്മൾ നോക്കണം. അങ്ങനെ നോക്കിയിട്ട് അങ്ങനെയുള്ള എന്തെങ്കിലും എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അതിനെ നീക്കിക്കളയണം. വചനം കേൾക്കുമ്പോൾ കർത്താവ് പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങളാൽ നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാണ് എന്ന് കർത്താവ് പറഞ്ഞില്ലേ? ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങളാൽ നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാണ്. എങ്ങനെ ശുദ്ധിയുള്ളവരാകുന്നത്? ആ വചനം കേൾക്കുന്ന മാത്രയിൽ മനസ്സിനെ പുതുക്കണം, ഹൃദയത്തെ ശുദ്ധീകരിക്കണം, ഏറ്റുപറയണം, വിട്ടുകളയണം, അല്ലെ? തൻ്റെ ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നതിന് ശുഭം വരത്തിൽ അത് ഏറ്റുപറയണം, ഉപേക്ഷിക്കണം. ഉപേക്ഷിക്കേണ്ടത് എന്താണെന്ന് വചനം കേൾക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തും. കർത്താവെ, അതിന് ഞാൻ ഉപേക്ഷിക്കുന്നു. കർത്താവെ, എൻ്റെ ഉള്ളിൽ എന്നെ നിയന്ത്രിക്കുന്ന, ദൈവീയ ജീവന് തടസ്സം നിൽക്കുന്ന ആ സ്വഭാവത്തെ, ആ ആഗ്രഹത്തെ, ആ മോഹത്തെ, ആ ബന്ധത്തെ, ആ കൂട്ടുകെട്ട്, ഇങ്ങനെ എന്താണ് നമ്മുടെ ഉള്ളിലുള്ളത്, അതിന് ഞാൻ ഉപേക്ഷിക്കുന്നു. ഞാനതിനെ എന്നിൽ നിന്ന് നീക്കം ചെയ്യുന്നു. എൻ്റെ സോളിൽ നിന്ന്, എൻ്റെ ചിന്തകളിൽ നിന്ന്, എൻ്റെ ദേഹിയിൽ നിന്ന് എല്ലാം ഞാനതിനെ നീക്കം ചെയ്യുന്നു കർത്താവെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് കർത്താവ് പറഞ്ഞതുപോലെ, ഈ ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങളാൽ നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മളെ ശുദ്ധീകരിക്കും. മനസ്സിലായോ? ദൈവത്തിൻ്റെ വചനം നമ്മളെന്തെങ്കിലും ക്ലെൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മളെ അശുദ്ധികളൊക്കെ നീക്കിക്കളയാണ്. സമർപ്പണം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇത് കേട്ട് കഴിഞ്ഞിട്ട് പിന്നീട് ആലോചിച്ച് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഓർമ്മ കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ, അതുകൊണ്ടാണല്ലോ ഞങ്ങൾ നിങ്ങളോട് അവിടെ പറയുന്നുണ്ടല്ലോ, അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ഞങ്ങൾ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ നിങ്ങൾ കേട്ടു. എങ്ങനെ കേട്ടു? സാക്ഷാൽ ആയിരിക്കുന്നത് പോലെ ദൈവവചനമായി തന്നെ കൈക്കൊണ്ടു. എന്നിട്ട് പറയാ, നിങ്ങൾ അത് ദൈവവചനമായിട്ട് തന്നെ കൈക്കൊള്ളപ്പോൾ എന്ത് സംഭവിച്ചു? വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കും. കേട്ടോ? അപ്പോൾ വചനം പറയുമ്പോൾ ഞാൻ പറയുന്നു എന്നുള്ളതല്ല, ഇത് ദൈവത്തിൻ്റെ വചനമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ആണെന്നുള്ള ബോധ്യത്തിൽ അതിനെ കൈക്കൊള്ളുമ്പോൾ, അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് സംസാരിച്ച വചനം നിങ്ങൾ കൈക്കൊണ്ടു. മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാൽ ആകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നിട്ട് പറയാ, വിശ്വസിക്കുന്ന നിങ്ങളിൽ, അത് കേൾക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. കേട്ടോ? അപ്പോൾ ദൈവവചനം എന്ത് ചെയ്യും? നമ്മുടെ ഹൃദയത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കും. അതിനാണ് വിശുദ്ധി എന്ന് പറയുന്നത്. അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ തന്നെ ക്ലിയർ ചെയ്യണം എവിടേക്കാണ് പ്രശ്നമുള്ളത്. അങ്ങനെ ക്ലിയർ ചെയ്യുമ്പോൾ അവിടെയാണ് നമ്മളിലുള്ള മുള്ളുകൾ നീങ്ങിപ്പോകുന്നത്. മനസ്സിലായോ? വചനത്തെ ഫലം പുറപ്പെടുവിക്കാൻ 30 മേനി ഫലം പുറപ്പെടുവിക്കുന്ന അവസ്ഥയിൽ നിന്ന് 100 മേനിയിലേക്ക് പോകണം എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ അതിന് തടസ്സം നിൽക്കുന്ന മുള്ളുകളാകുന്ന സ്വഭാവ വൈകല്യങ്ങളെ വചനത്തിൻ്റെ കേൾവിയിൽ ഞാൻ എന്ത് ചെയ്യും? അതിനെ ഏറ്റുപറയും, നീക്കം ചെയ്യും, തള്ളിപ്പറയും, വിട്ടുപോകാനായിട്ട് കൽപ്പിക്കും, ശാസിക്കും. ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവർത്തികൾ, ഫലം കൊടുക്കാത്ത പ്രവർത്തികൾ എൻ്റെ ഉള്ളിലുണ്ട്, അതിനെ ഞാൻ ശാസിക്കുമ്പോൾ അത് എന്നെ വിട്ടുപോകും. മാത്രമല്ല, വെളിച്ചത്താൽ സുബോധം വരും. അങ്ങനെ വിട്ടുപോകുമ്പോൾ ഈ നമ്മുടെ അകത്തിരുന്ന് ദൈവിക ജീവന് തടസ്സം നിൽക്കുന്ന കളകളാകുന്ന ജഡീക സ്വഭാവങ്ങൾ, അതിനെ നിയന്ത്രിക്കുന്ന അശുദ്ധാത്മാക്കളും ഭൂതാത്മാക്കളൊക്കെ ഉണ്ട്, അതെല്ലാം ശാസിക്കുമ്പോൾ അത് വിട്ടുപോകും. അങ്ങനെ വിട്ടുപോകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ആ 30 60 ആകാനും 60 100ലേക്കൊക്കെ വളർന്നു വരുന്നത്. പറഞ്ഞതിനർത്ഥം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നു, കാഴ്ചപ്പാടുകളിൽ മാറ്റമുണ്ടാകും. നിങ്ങൾ നോക്കിയാൽ പലപ്പോഴും നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് നോക്കിയാൽ എത്ര വർഷം വിശ്വാസത്തിലോട്ട് വന്നിട്ട് വ്യക്തി ജീവിതത്തിൽ ഒരു മാറ്റം വരുന്നില്ല. ചില മേഖലകൾ അങ്ങനെ തന്നെയല്ല നിൽക്കുന്നത്. അതേ കാഴ്ചപ്പാട്, അതേ സംസാര രീതി, അതേ ചിന്താഗതി, അതേ ഇടപെടലുകൾ, അതേ മൈൻഡ് സെറ്റ് 30 തന്നെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഫലം പുറപ്പെടുവിക്കാത്തൊരവസ്ഥ, അതിൽ നിന്ന് കയറുന്നില്ല, വർഷങ്ങളായിട്ടും കയറുന്നില്ല. എന്താ കാരണം? ഇതിൻ്റെ ഫലം പുറപ്പെടുവിക്കാൻ തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ കേട്ടിട്ടും ഏറ്റുപറയുവാനോ, നീക്കം ചെയ്യുവാനോ, ഉപേക്ഷിക്കുവാനോ, ശാസിക്കുവാനോ, തള്ളിക്കളയുവാനോ, അല്ലെങ്കിൽ നീരസങ്ങളുണ്ടെങ്കിൽ അതിനെ നീക്കുവാനോ, കയ്പുണ്ടെങ്കിൽ അതിനെ നീക്കുവാനോ, പകയും വെറുപ്പും വിദ്വേഷവും അതിനെ നീക്കിക്കളയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യമില്ല അങ്ങനെയാണെങ്കിൽ.
സമയങ്ങൾ പോവും, അവസരങ്ങൾ നഷ്ടപ്പെടും എന്ന് മാത്രമേ ഉള്ളൂ. ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കയറി വരാനായിട്ട് പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ടാണ് വചനം നമ്മളെപ്പോഴും ഓർമ്മപ്പെടുന്നത്, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്കണം, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണത്തില്ല എന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം, ഈ കാണുക എന്ന് പറയുന്നത് മുഖാമുഖം കാണുന്ന ഒരു അനുഭവത്തെക്കുറിച്ച് മാത്രമല്ല, ഇന്ന് ആ ദൈവബന്ധത്തിൽ നടക്കുന്നതിനെ കൂടിയായി പറയുന്നത്. കർത്താവ് പറഞ്ഞില്ല, കണ്ടാലും ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. നമുക്ക് ആ കർത്താവിനെ കാണാൻ പറ്റുന്നുണ്ടോ? ആ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരിക്കലും വചനത്തിൽ നമ്മൾ മാറി സഞ്ചരിക്കത്തില്ല, വചനത്തിൽ കൂടെ നമ്മൾ സഞ്ചരിക്കത്തുള്ളൂ, അല്ലേ? ഒരു വ്യക്തി കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ പല തെറ്റുകളും ചെയ്യത്തില്ലല്ലോ, ശരിയല്ലേ? ആരെങ്കിലും കാണുന്നുണ്ടോ നോക്കിയിട്ടല്ലേ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ പലരും ചെയ്യുന്നത്, അല്ലേ? കക്കാൻ പോകുന്നവൻ ആരും നോക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കർത്താവ് എല്ലായ്പ്പോഴും എൻ്റെ കൂടെ ഉണ്ട് എന്ന് മനസ്സിലാകുന്ന ഒരു വ്യക്തി പിന്നെ എങ്ങനെ പാപത്തിലേക്ക് പോകുന്നത്? പിന്നെ എങ്ങനെ അവന് മോശമായിട്ട് സംസാരിക്കാൻ പറ്റുന്നത്? പിന്നെ എങ്ങനെ അവന് ദൈവമില്ലാത്ത കാഴ്ചകളിലേക്കും കേൾവികളിലേക്കും ബന്ധങ്ങളിലേക്കും പോകാൻ പറ്റുന്നത്? അപ്പോൾ കർത്താവ് കൂടെ ഉണ്ട് എന്നുള്ളൊരു ബോധ്യമില്ല. മുഖാമുഖം കാണും എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇന്ന് ആ കർത്താവുമായിട്ടുള്ളൊരു ബന്ധത്തിൽ, ഇന്ന് ആ കർത്താവ് എന്നെ കാണുന്നു, ഞാൻ ആ കർത്താവിനെ കാണുന്നു എന്നുള്ളൊരു ബോധ്യം പലർക്കും ഇല്ല. ആ ബോധ്യമാണ് നമ്മളെ ഈ പറയുന്നൊരു അനുഭവത്തിൽ നമ്മൾ ഈ മറഞ്ഞു കിടക്കുന്ന എല്ലാ കയ്പും നീരസവും പകയും ഒക്കെ നീക്കിക്കളയുമ്പോഴാണ് ബന്ധങ്ങൾ പണിയപ്പെടുന്നത്. കാരണം ഇതൊക്കെ നമ്മളുടെ സുബോധത്തെ കെടുത്തിക്കളയും. നീരസം എന്ന് പറയുന്ന ഒരു സാധനം, ഞാൻ എപ്പോഴും പറയുന്ന, മൂഢന്റെ മാർവിലാണ് നീരസം ഉള്ളത്. എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ഉള്ളിൽ നീരസം കിടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊരു മൂഢനാണ്. കാരണം നിങ്ങൾക്ക് ഒരിക്കലും ജ്ഞാനിയായി തീരാൻ പറ്റിയിട്ടില്ലെന്ന് അതിനർത്ഥം. മൂഢൻ അതിൻ്റെ ഓപ്പോസിറ്റാണ് ജ്ഞാനി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം വചന കേൾവിയിൽ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന സംഭവങ്ങളെ നീക്കി ബന്ധങ്ങളെ എന്ത് ചെയ്യും? ഏറ്റവും നല്ല റിലേഷൻഷിപ്പിലേക്ക്, നല്ല ബന്ധങ്ങളിലേക്ക് അത് കൊണ്ടുപോകും. മറിച്ച് മൂഢനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉള്ളിലിരിക്കുന്ന നീരസം അവൻ നീക്കിക്കളയുന്നില്ല. അതുകൊണ്ട് ബന്ധങ്ങൾ എപ്പോഴും ശിഥിലമായിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? അപ്പം ഈ നീരസം എന്ന് പറയുന്ന ഒരു ആത്മാവാണത്. അതൊരു വ്യക്തിയുടെ ഉള്ളിലിരുന്നാൽ അത് എന്ത് സംഭവിക്കും? ഞാൻ കഴിഞ്ഞ ദിവസം ഈ തോട്ടം, ഈ ചെടികളൊക്കെ, ഒരു ഗാർഡനർ ഒന്ന് താഴെ, അപ്പോൾ അവനെ ഞാൻ മുകളിലോട്ട് കൊണ്ടുപോയിട്ട് എനിക്ക് ഇച്ചിരി പച്ചക്കറി ഒക്കെ ഉണ്ട് മുകളിൽ, ടെറസിൻ്റെ മുകളിൽ. അപ്പോൾ ഞാൻ അവനോട് ഇങ്ങനെ കുറേ ചെടിച്ചട്ടിയിൽ കുറേ ഇതൊക്കെ വെച്ചിട്ടുണ്ട്, ചിലതൊക്കെ ഇങ്ങനെ നന്നാവണില്ല. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ കാര്യം? ഞാൻ ഈ ചകിരിച്ചോറൊക്കെ ഇട്ടിട്ട് അത് ചെയ്യുന്നത്. അപ്പം പറഞ്ഞു അതിന് പുളിപ്പുള്ളത് കൊണ്ടാന്ന് പറഞ്ഞു. പുളിപ്പുള്ളത് കൊണ്ടാണ് അത് ഫലം പുറപ്പെടുവിക്കാതിരിക്കുന്നതെന്ന് പറഞ്ഞു. മനസ്സിലായോ? എന്നിട്ട് അതിൽ പുളിപ്പുണ്ട്. അപ്പോൾ എനിക്കൊരു കാര്യം കത്തിയത്, അതായത് പുളിപ്പ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, നീരസം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, കയ്പും പകയും വെറുപ്പും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്കും ഫലം പുറപ്പെടുവിക്കാൻ കഴിയത്തില്ല. മനസ്സിലായോ? പിടികിട്ടുന്നുണ്ടോ പറയുന്നത്? നമ്മുടെ ഉള്ളിൽ കയ്പും പകയും വെറുപ്പും വിദ്വേഷവും ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കുകയാണ്? ഫലം പുറപ്പെടുവിക്കേണ്ട സംഭവത്തിൽ പുളിപ്പങ്ങ് പുളിക്കും. ഇത് നിങ്ങൾ ചിന്തിക്കുന്ന പോലെ പുറത്തൊന്നുമല്ല, ഇത് കുടുംബജീവിതത്തിലാണ്, ഭാര്യ ഭർത്തൃബന്ധത്തിലാണ് ഏറ്റവും കൂടുതൽ പുളിച്ചു വരുന്ന സാഹചര്യം വരുന്നത്. ഭാര്യ ഭർത്തൃബന്ധത്തിലാണ് ഏറ്റവും കൂടുതൽ. അവിടെയാണ് പണി ഏറ്റവും കൂടുതൽ നടക്കുന്നത്. കാരണം ഐക്യത, രണ്ടുപേർ ഐക്യമെത്തിപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്തൃബന്ധത്തിലാണ് നടക്കുന്നത്. അപ്പോൾ പുളിപ്പും കയ്പും പകയുമുള്ളവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പ്രാർത്ഥന കേൾക്കുന്നത്? മനസ്സിലായോ? അപ്പോൾ ഈ കയ്പും പകയും പുളിപ്പൊക്കെ ഉണ്ടെങ്കിൽ ഫലം പുറപ്പെടുവിക്കാൻ പറ്റത്തില്ല. ഒരു സാഹചര്യത്തിൻ്റെ നടുവിൽ ഫലം വരത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ഫലമാണ് ദൈവം നമ്മളിൽ നോക്കുക. ഒരു സാഹചര്യത്തിന് നടുവിൽ നമ്മളിൽ കൂടി ദൈവികമായിട്ടുള്ള ജീവൻ, ദൈവം ആഗ്രഹിക്കുന്ന പോലുള്ള വാക്കുകൾ, പ്രവൃത്തികളൊക്കെ വരണം. അപ്പോൾ ഇതിന് തടസ്സം നിൽക്കുന്നത് നീരസമാണ്. എനിക്കിഷ്ടമില്ലാത്ത രീതിയിൽ എൻ്റെ പങ്കാളി ചെയ്തു, എൻ്റെ ഭാര്യ ചെയ്തു, മക്കൾ ചെയ്തു കഴിയുമ്പോൾ നീരസം. എനിക്കിഷ്ടമില്ലാത്ത രീതിയിൽ എൻ്റെ കൂട്ടുകാർ ചെയ്തു, നീരസം. എനിക്കിഷ്ടമില്ലാത്ത രീതിയിൽ എൻ്റെ മാതാപിതാക്കൾ ചെയ്തു, നീരസം. എനിക്കിഷ്ടമില്ലാത്ത രീതിയിൽ എൻ്റെ മക്കൾ ചെയ്തു, നീരസം. കേട്ടോ, ഉള്ളിൽ കിടക്കുക. അപ്പോൾ ഈ നീരസത്തെ നീക്കിക്കളയാൻ പറ്റുന്നില്ല. അത് ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ അതിങ്ങനെ പുളിപ്പിച്ചുകൊണ്ടിരിക്കും. പിടികിട്ടുന്നുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം എന്ന് പറയുമ്പോൾ, വചനം കേൾക്കുമ്പോൾ വ്യക്തിപരമായിട്ട് നമ്മൾ തിരിച്ചറിഞ്ഞ് ഈ പുളിപ്പിനെ നീക്കിക്കളയണം. അത് ഏറ്റുപറച്ചിലിൽ കൂടിയാണ് ഈ പുളിപ്പ് നീങ്ങി പോകുന്നത്. ദൈവസന്നിധിയിൽ അത് ഏറ്റുപറയണം. കാരണം ഇതിന് അവസരം കിട്ടി, അതിനെ നമ്മൾ ഏറ്റുപറഞ്ഞെങ്കിലേ ഈ പുളിപ്പ് നിർവീര്യമായി പോകത്തുള്ളൂ. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ നീങ്ങിപ്പോകുമ്പോൾ എന്ത് സംഭവിക്കും? മുള്ളു നീങ്ങിപ്പോകുന്നത് പോലെ നമ്മുടെ ഉള്ളിലുള്ള ജഡിക സ്വഭാവങ്ങൾ നീങ്ങിപ്പോകുമ്പോൾ എൻ്റെ അകത്തെ മനുഷ്യൻ ഫലം പുറപ്പെടുവിക്കാൻ തുടങ്ങും. അത് 30-ലേക്കും 60-ലേക്കും
നൂറുമേനിയിലേക്കും വളർച്ച പ്രാപിക്കും എന്ന ഈ പറഞ്ഞതിനർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങളാൽ നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു പറഞ്ഞതിനർത്ഥം ദൈവത്തിൻ്റെ ഓരോ വചന കേൾവിയും നമ്മൾ ഈ പറയുന്ന ഒരു അനുഭവത്തിലേക്ക്, ശുദ്ധീകരണത്തിലേക്ക് നടത്തണം. വചനം കേട്ട് തങ്ങളെ തന്നെ ചതിക്കുന്നവരാകരുത് കേട്ടോ. വചനം പറയുന്നുണ്ടല്ലോ, നിങ്ങൾ നിങ്ങളെ തന്നെ ചതിക്കരുത്. വചനം കേട്ടിട്ട് അത് അനുസരിക്കാത്ത വ്യക്തികളെ കുറിച്ച് കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ വചനം കേട്ട് തങ്ങളെ തന്നെ ചതിക്കുന്നവരാകരുത്. അനുസരണത്തിലേക്ക് വരാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ അവനെ തന്നെ ചതിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ എന്ത് ചെയ്യണം? ഈ പറയുന്ന രീതിയിലുള്ള നീരസമോ കയ്പോ പകയോ വെറുപ്പോ വിദ്വേഷമോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം നമ്മൾ ഇന്ന് നീക്കിക്കളയണം. ഇത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമൊന്നും അല്ല പ്രിയമുള്ളവരെ. ദൈവവചനത്തിൻ്റെ കേൾവിയിലാണ് നമുക്ക് ആരോടൊക്കെ ഇത് കിടക്കുന്നതെന്ന് അറിയുന്നത്. പിശാച് ഭയങ്കര തന്ത്രശാലിയാണ്. കാരണം പിശാച് എപ്പോഴും എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, വചനം കേൾക്കുമ്പോൾ തന്നെ നമ്മളോട് പറയുന്നത് എന്താണെന്ന് പറയും, ഓ അങ്ങനെയൊന്നും ഇല്ലെന്നേ, നമുക്ക് ആരോടും അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലെന്നേ. ഉണ്ടോ? നിനക്ക് ആരോടെങ്കിലും പ്രശ്നമുണ്ടോ? നമ്മുടെ ഉള്ളിലും സംഭാഷിക്കുന്ന പിശാചിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പിശാച് എവിടെ സംഭാഷിക്കുന്നത്? പിശാച് എവിടെ കൊമ്പ് വെച്ചിട്ട് വരുമെന്നല്ല ചെയ്യുന്നത്. പിശാച് ഇരുന്ന് നമ്മളുടെ അകത്തുള്ള ചിന്തകളിൽ കൂടിയാണ് പിശാച് സംസാരിക്കുന്നത്. വചനം കേൾക്കുമ്പോൾ തന്നെ അതിന് വഴിയരികിൽ വീണ് ചവിട്ടിക്കളയുകയും പറവ കൊത്തിക്കൊണ്ടു പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ നമ്മുടെ ഹൃദയത്തിലുണ്ടോ എന്ന് എങ്ങനെ അറിയുന്നത്? ഈ കേൾക്കുമ്പോൾ തന്നെ, ഞാൻ പറയുമ്പോൾ തന്നെ നീരസമുണ്ടോ, കയ്പുണ്ടോ, പകയുണ്ടോ, വെറുപ്പുണ്ടോ, വിദ്വേഷമുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഉള്ളിലിരുന്നൊരു വ്യക്തി പറയുന്നുണ്ടല്ലോ, എനിക്ക് അങ്ങനെയൊന്നും ഇല്ലെന്ന്, എനിക്ക് ആരോടും കുഴപ്പമില്ലെന്ന്. മനസ്സിലായോ? അത് നമ്മളുടെ സ്വയം സംഭാഷണമാണ്, നമ്മുടെ മനസ്സ് പറയുന്നതാണത്. നമ്മുടെ മനസ്സ് പറയുന്നതല്ല കേൾക്കേണ്ടത്. മനസ്സിന്റെ നിയന്ത്രണം ദൈവമല്ല. മനസ്സിലാവുന്നുണ്ടോ? മനസ്സ് പുതുക്കുന്നിടത്താണ് ദൈവത്തിന് അവിടെ വസിച്ച് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നിയന്ത്രണം ഏറ്റെടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ പറയുന്നത്, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നെന്ന് തിരിച്ചറിയാൻ മനസ്സ് പുതുക്കണം. അങ്ങനെ മനസ്സ് പുതുക്കുന്ന മേഖലകളിലേക്കാണ് വെളിച്ചം വ്യാപരിക്കുന്നത്, ജീവൻ വ്യാപരിക്കുന്നത്. നിങ്ങൾ നോക്കി, എത്ര വലിയ വെളിച്ചമുള്ള ഒരു മുറിയാണെങ്കിലും അവിടെ അടച്ചുപൂട്ടിയിരിക്കുന്ന ഒരു ബോക്സിനുള്ളിലോട്ട് വെളിച്ചം കയറത്തില്ല. മനസ്സിലായോ? നമ്മൾ എത്ര വചനം കേട്ടാലും എൻ്റെ അകത്ത് ഞാൻ തന്നെ അടച്ചു വെച്ചിരിക്കുന്ന, ആർക്കും തുറക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ അടച്ചു വെച്ചിരിക്കുന്ന ചില മുറികളുണ്ട്. മനസ്സിലായോ? ആ മുറികളിൽ പറഞ്ഞില്ലേ, ഈ പറയുന്ന പോലുള്ള നീരസം, ചില വ്യക്തികളോടുള്ള നീരസം, കയ്പ്, പക, വെറുപ്പ്, വിദ്വേഷം, കോപം, ഞാൻ ഒരിക്കലും ക്ഷമിക്കത്തില്ലെന്നുള്ള ചിന്തകൾ, ഇതൊക്കെ ഇതിൻ്റെ അകത്തുള്ളത് ആർക്കും അറിയത്തില്ല. നമുക്ക് പോലും അറിയത്തില്ല പല വ്യക്തികളോടുള്ള. എന്നാൽ വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളുടെ അകത്തോട്ട് വന്ന് നമ്മളുടെ അകത്ത് എവിടെയൊക്കെയാണ് ഈ വെളിച്ചം വ്യാപരിക്കേണ്ടത് നമുക്ക് കാണിച്ചു തരും. അതിലാണ് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ചില കാര്യങ്ങളൊക്കെ പരിശുദ്ധാത്മ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മൾ മറന്നുപോയ കാര്യമായിരിക്കാം, വ്യക്തികളായിരിക്കാം, സാഹചര്യങ്ങളായിരിക്കാം, പെട്ടെന്ന് അത് ഓർമ്മപ്പെടുത്തും. ഓർമ്മപ്പെടുത്തതിന് അർത്ഥം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ മൂടിക്കിടക്കുന്ന ചില മേഖലകൾ നിന്റെ ഉള്ളിലുണ്ട് എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അതൊരു തോന്നലാന്ന് പറഞ്ഞ് തള്ളിക്കളയല്ല വേണ്ടത്, അപ്പോൾ തന്നെ അതിനെ പിടിച്ചെടുക്കണം. അത് അപ്പോൾ തന്നെ കർത്താവിനോട് ഇത് പറയണം, അല്ലെങ്കിൽ അത് എഴുതി വെക്കണം, ഓർക്കണം, അതിന് പിന്നീട് പ്രാർത്ഥിച്ച് അതിനെ ക്ലിയർ ചെയ്യണം. അങ്ങനെ ക്ലിയർ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഈ വെളിച്ചം അതിൻ്റെ ഉള്ളിലേക്ക് വ്യാപരിക്കും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഇരുളിൻ്റെ അംശം ഒട്ടും നിങ്ങളിൽ ഉണ്ടാകാതെ വണ്ണം. മനസ്സിലായോ? നിങ്ങൾ എന്ത് ചെയ്യണം? പൂർണ്ണമായിട്ടും പ്രകാശിക്കുന്നൊരു വിളക്ക് പോലെ നമ്മളാകണം. ഇരുട്ടിൻ്റെ അംശം നമ്മളിൽ ഒട്ടും ഉണ്ടാകരുത്. ഇരുട്ടെന്ന് പറഞ്ഞാൽ തിന്മയെ ഇരുട്ടെന്ന് പറയുന്നത്. പിശാച് നിയന്ത്രിക്കുന്ന മേഖലകളെയാണ് ദൈവവചനം ഇരുട്ട് എന്ന് പറയുന്നത്. അതെവിടെ ഇരിക്കുന്നത്? നമ്മളുടെ സോളിലാണ് ഇരിക്കുന്നത്, നമ്മുടെ മനസ്സിലാണ് ഇരിക്കുന്നത്. അതിനെ നിയന്ത്രിക്കുന്ന ശക്തികൾ ഇരിക്കുന്ന എവിടെയാ? അസ്ഥി, മജ്ജ, മാംസത്തിലാണ് അതിരിക്കുന്നത്, രക്തത്തിലാണ്, DNA യിലാണ്, ചിന്തകളിലൊക്കെയാണ് ഇതിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ വചനം കേൾക്കുമ്പോൾ ആത്മാവിൽ ഇതിനെ വിവേചിച്ച് മനസ്സിനെ പുതുക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ ഈ ഇരുട്ടിൽ നീക്കി കളയാൻ പറ്റത്തുള്ളൂ. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു വാക്യമുണ്ട് സദൃശവാക്യത്തിൽ, മനുഷ്യരുടെ ആത്മാവ് യഹോവയുടെ ദീപമാണ്. സദൃശവാക്യം 20:27. എന്നിട്ട് അതിൻ്റെ അത് കഴിഞ്ഞിട്ട് പറയുന്ന വാക്യം ആർക്കെങ്കിലും അറിയാവോ? സദൃശവാക്യം 20:27 സെക്കൻഡ് പാർട്ട് അറിയാവോ ആർക്കെങ്കിലും? അത് ഉദരത്തിൻ്റെ അറകളെ ശോധന ചെയ്യുന്നു. മനസ്സിലായോ? ഉദരത്തിൻ്റെ അറകളെ ശോധന ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മളുടെ വയറിൻ്റെ ഉള്ളിൽ ശോധന ചെയ്യുന്നുള്ള അർത്ഥത്തിലല്ലേ പറഞ്ഞതിനർത്ഥം. ഇത് നമ്മളുടെ അകത്ത്, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ഇന്റേണൽ എക്സ്റ്റേണൽ ഓർഗൻസിൽ, നമ്മളുടെ രക്തത്തിലൊക്കെ ഈ സംഭവം നിറഞ്ഞിരിക്കുക. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ നോക്കിയൊരു ഭയം വരുമ്പോൾ പെട്ടെന്ന് നെഞ്ചിൽ ഒരു അസ്വസ്ഥത കയറി വന്നിട്ട് നെഞ്ചിൽ എന്തോ ഇരിക്കുന്ന പോലെ തോന്നില്ല. എന്തിനാ അങ്ങനെ തോന്നുന്നത്? പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഒരു സംഭവം അയ്യോ എന്തോ ഒരു സാധനം ഇറങ്ങിപ്പോയിട്ടോ എന്ന് പറയുന്നില്ല കേട്ടോ. ഒരു നിയന്ത്രിക്കുന്ന ഒരു സംഭവം അങ്ങ് പോവാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞതിൻ്റെ താല്പര്യം എന്ന് പറയുന്നത്, മനുഷ്യരുടെ ആത്മാവ് യഹോവയുടെ ദീപം ആ ദീപത്തെ കത്തിച്ചിട്ട് പരിശുദ്ധാത്മാവാകുന്ന വെളിച്ചം, ദീപം നമ്മൾ ഉദരത്തിൻ്റെ അറകളെ ശോധന ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മളുടെ അകത്ത് ഈ വെളിച്ചം വ്യാപരിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന ആഡമിക് നേച്ചറുണ്ട് നമ്മുടെ ഉള്ളിൽ.
പണ്ട് നമ്മൾ കേട്ടതും കണ്ടതും പഠിച്ചതുമായിട്ടുള്ള വചനവിരുദ്ധമായിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. ഇതിനെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വെളിച്ചം ഉദരത്തിൻ്റെ അറകളെ ശോധന ചെയ്യുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഞാൻ അനുവദിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ ഈ മേഖലകളെ കാണിച്ചു തന്ന് അവിടേക്ക് വെളിച്ചം വ്യാപരിക്കുമ്പോൾ ആ ഇരുട്ടിലിരിക്കുന്ന ആ അശുദ്ധാത്മാക്കൾ നമ്മളെ വിട്ടുപോകും. ഈ അശുദ്ധാത്മാക്കളും ഭൂതാത്മാക്കളും വിട്ടുപോകുമ്പോഴാണ് ഒരു വ്യക്തിയോടുണ്ടായിരുന്ന നീരസം മാറിയിട്ട് ആ വ്യക്തിയോട് യഥാർത്ഥത്തിലുള്ള ഒരു സ്നേഹം വരുന്നത്. മനസ്സിലായില്ലേ? നമുക്ക് എല്ലാവരുടെ ഉള്ളിലും 2 തരത്തിലുള്ള സ്നേഹമുണ്ട്. ശ്രദ്ധിക്കണം ഞാൻ പറയുന്നത്. ഒന്ന്, പാപത്താൽ വീണുപോയ മനുഷ്യന്റെ ദേഹിയിലുള്ള സ്നേഹമാണ്. ഈ സ്നേഹം, അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, അതങ്ങനെ ഒരു സ്നേഹമൊക്കെ ഉണ്ട്. അത് നമ്മളങ്ങ് സ്നേഹിച്ച് അങ്ങ് പോകുന്നു. ഇപ്പം ചിലർ പറയാം, ജനിച്ചില്ലേ ജീവിക്കണ്ടേ, കല്യാണം കഴിച്ചില്ലേ ഇനിയിപ്പോൾ ജീവിച്ചല്ലേ പറ്റത്തുള്ളൂ, ഇങ്ങനെ അങ്ങ് പോകുന്നു, ഇങ്ങനെയുള്ളൊരു സാധനം ഉണ്ടല്ലോ. ഈ സംഭവങ്ങളൊക്കെ ഈ സോളിൽ നിന്നും വരുന്നതാണ്. എന്നാൽ വീണ്ടും ജന്മം പ്രാപിച്ച ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഡയലോഗുകളല്ല വരേണ്ടത്. അവൻ്റെ അകത്ത് ദൈവത്തിൻ്റെ അതുകൊണ്ട് റോമാലേഖനത്തിൽ പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹം, കേട്ടോ, എന്ത് കൃത്യതയോടുകൂടി പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. ഇതൊരു അഭിഷേകമാണ്, കേട്ടോ. ഈ അഭിഷേകം എത്ര വേണമെങ്കിലും കർത്താവ് നമ്മുടെ മേൽ പകരും. ഈ അഭിഷേകം എന്തോ ചെയ്യുന്നത്? ഈ അഭിഷേകമാണ് നമ്മളിലുള്ള നീരസങ്ങളെയും നമ്മളിൽ മറഞ്ഞു കിടക്കുന്ന അശുദ്ധികളേക്ക് നീക്കിക്കളഞ്ഞിട്ട് ദൈവം കാണുന്നത് പോലെ കാണാനും സ്നേഹിക്കാനും നമ്മളെ സഹായിക്കുന്നത്. മനസ്സിലായോ? അങ്ങനെയുള്ള സ്നേഹം വരുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ കൊരിന്ത്യ ലേഖനം 13-ാം അധ്യായത്തിൽ പറയുന്ന സ്നേഹത്തെ മനസ്സിലാവത്തുള്ളൂ. അല്ലാത്ത വ്യക്തികൾക്കൊക്കെ അത് വായിക്കുമ്പോൾ ആകെ അസ്വസ്ഥമാവും, എന്തു എഴുതി വെച്ചിരിക്കുന്നു എന്ന് തോന്നും. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ നിറയുമ്പോൾ നാം പോലും അറിയാതെ ഈ സ്നേഹം നമ്മളിൽ കൂടി ഒഴുകാൻ തുടങ്ങും. മനസ്സിലായി? നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ സ്നേഹിച്ചാൽ എന്ത് പ്രയോജനമുള്ളതെന്ന് കർത്താവ് ചോദിക്കുന്നില്ലേ? അല്ലേ? അത് ജാതികളും ചെയ്യുന്ന കാര്യങ്ങളല്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം വന്നെങ്കിൽ മാത്രമേ നമുക്കൊരു വ്യക്തിയെ കുറവുകളോടെ സ്നേഹിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അത് അഗാപ്പെ സ്നേഹമാണ്. ഈ സ്നേഹം നമ്മുടെ ഉള്ളിൽ വരണമെങ്കിൽ അതിന് തടസ്സം നിൽക്കുന്ന, നമ്മൾ നിയന്ത്രിക്കുന്ന അശുദ്ധാത്മാക്കൾ വിട്ടുപോകണം. അത് വിട്ടുപോകണമെങ്കിൽ എന്താ സംഭവിക്കുക? ഈ വെളിച്ചം വരുമ്പോൾ, അഥവാ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ നിറയുമ്പോൾ ഈ ശക്തികൾ നീങ്ങിപ്പോകും. നീരസത്തെ നമ്മളിൽ നിറച്ചിരിക്കുന്ന അശുദ്ധാത്മാവ് നീങ്ങിപ്പോകും. കയ്പിനെ നമ്മുടെ ഉള്ളിൽ നിറച്ചിരിക്കുന്ന ആശുദ്ധാത്മ, അതിപ്പോൾ നമുക്ക് ഒരു ഭർത്താവിനോടാണെങ്കിൽ, ഒരു ഭാര്യയോടാണെങ്കിൽ ഈ നീരസവും കയ്പും പകയും എന്ത് ചെയ്യും? അതിങ്ങനെ പുളിപ്പിച്ചുകൊണ്ടിരിക്കും. ഒരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെ അങ്ങ് പോവും. ഒരു സമയം വരുമ്പോൾ ഈ പുളിപ്പ് അങ്ങ് പൊട്ടും. മനസ്സിലായോ? അതങ്ങ് പൊട്ടി കൺട്രോൾ ചെയ്തിട്ട് ആ വ്യക്തിയുടെ നിയന്ത്രണം പൂർണ്ണമായിട്ടും ഈ സ്പിരിറ്റ്സ് അങ്ങ് ഏറ്റെടുത്തിട്ട് അവിടെ വേറൊരു അന്തരീക്ഷം അങ്ങ് സൃഷ്ടിക്കും. പിന്നെന്താ സംഭവിക്കുന്നത്? ഇത് പോയിട്ടില്ല. അത് ബോഡിയിൽ കുറെ കെമിക്കൽ ചേഞ്ചസ് ഉണ്ടാക്കും. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ പതുക്കെ പിന്നെയും ആദ്യ ഭൂതിയെ ഇങ്ങനെ വരും. പിന്നെയും ഇതേ സംഭവം, ഈ ഉള്ളിലിരിക്കുന്ന ഈ സ്പിരിറ്റ്സ് പിന്നെ എന്ത് ചെയ്യും? പിന്നെയും പഴയ കാര്യങ്ങൾ ഓർപ്പിക്കും. പിന്നെ നീരസം കൊണ്ടുവരും, പിണക്കം കൊണ്ടുവരും. പിന്നെയും ഇത് വോമിറ്റ് ചെയ്യുന്ന പോലെ പിന്നെയും വരും. മാറ്റം വരുന്നില്ല. വർഷങ്ങളായിട്ട് ഇത് തുടർന്നുകൊണ്ടിരിക്കുക. പിന്നെ എന്ത് സംഭവിക്കും? ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു അഭിനയ ജീവിതത്തിലേക്ക് വരും. മനസ്സിലായോ? ഒരു അഡ്ജസ്റ്റ്മെന്റ് ലൈഫിലോട്ട് വരും. ഏറെ പങ്കും കുടുംബങ്ങൾ അങ്ങനെയാ, ഞാൻ വെറുതെ പറയുന്നൊന്നുമല്ല. ഒരു അഡ്ജസ്റ്റ്മെന്റ് ലൈഫിൽ അങ്ങനെ അങ്ങ് പോകുന്നു. ഇങ്ങനെ പോയിട്ട് നമുക്ക് നമ്മളെ തന്നെ വഞ്ചിക്കുക ചെയ്യുന്നത്. നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കാൻ പറ്റും. മനുഷ്യരെ പറ്റിക്കാം. പക്ഷെ ദൈവവചനം എന്തോ പറയുന്നത്? നമ്മുടെ ഹൃദയത്തെയും അന്തരിന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ദൂരത്ത് നിന്ന് എൻ്റെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ അറിയുന്ന ഒരു കർത്താവുണ്ട്. അവൻ്റെ കണ്ണിന് മുമ്പിൽ സകലവും നഗ്നവും മലർന്നവുമാണ്. ആ ദൈവമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. ഈ ബോധ്യം നമുക്കുണ്ടാകണം. മനസ്സിലായി? ഈ ദൈവത്തിൻ്റെ സന്നിധി നിൽക്കുമ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ഹൃദയത്തിൻ്റെ ഉടമയാകണമെങ്കിൽ ഇന്ന് ഞാൻ ഈ പറയുന്ന എന്നിൽ ഫലം പുറപ്പെടുവിക്കുവാൻ തടസ്സം നിൽക്കുന്ന ഈ നിയന്ത്രിക്കുന്ന ശക്തികളെ ഞാൻ നീക്കിക്കളയണം. അതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ്. അതിൽ കൂടി മാത്രമേ ഇത് സാധിക്കത്തുള്ളൂ. അതിനാണ് ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികളെ ശാസിക്കുക എന്നൊക്കെ പറയുന്നത്. പലതും നമ്മൾ ചിന്തിക്കുന്ന പോലെ ശാസിച്ചാലൊന്നും ചിലത് പോകത്തില്ല. അതെന്തുകൊണ്ടാണ് പോകാത്തത്? കാരണം അത് മുറുകെ പറ്റുന്ന പാപമായി തീർന്നിരിക്കുകയാണ്. മനസ്സിലായോ? ശാസിച്ച പോകത്തില്ല. കാരണം നമ്മൾ അവകാശം കൊടുത്തിരിക്കുകയാണ്. ആ അവകാശത്തെ നീക്കിക്കളഞ്ഞെങ്കിൽ മാത്രമേ ഈ ശക്തി വിട്ടുപോകത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ ആദ്യം ക്ഷമിക്കണം. തമ്മിൽ എന്ത് ചെയ്യണം? സമാധാനം ആചരിക്കണം, ക്ഷമ പറയണം, ദൈവകൃപയിൽ അങ്ങനെ വന്ന് നമ്മൾ ആ
എവിടെയാണോ ഈ പ്രശ്നം ഉണ്ടായത്, ഏത് വഴിയിൽ കൂടിയാണോ ഈ അശുദ്ധാത്മാവ്, ഈ ഭൂതത്തിന് ആ വ്യക്തിയിൽ ഇടം കിട്ടിയത്, അതുകൊണ്ടാണ് വചനം പറയുന്നത്. ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ എല്ലാം വചനം പറയുന്നത് കേട്ടോ. പിശാചിന് ഇടം കൊടുക്കരുത് കേട്ടോ. പിശാചിന് ഇടം കൊടുത്തപ്പോൾ അത് കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ആ ഏത് വിഷയത്തിൽ കൂടി കയറിയോ ആ വിഷയത്തിന്റെ ബന്ധത്തെ കഠിനപ്പെടുത്തി, ഹൃദയം കഠിനപ്പെടുത്തി. വ്യക്തിയോടുള്ള ബന്ധത്തില, അതല്ലാതെ വേറെ ഏതെങ്കിലും ഇതിലല്ല. വ്യക്തികളോടുള്ള ബന്ധത്തിൽ പ്രശ്നം മുഴുവൻ വരുന്നത്, ബന്ധങ്ങളിലായി പ്രശ്നങ്ങൾ മുഴുവൻ വരുന്നത്. അപ്പോൾ ഹൃദയം എന്ത് ചെയ്തു? ഹൃദയം കഠിനപ്പെടുത്തി. ഹൃദയത്തില് പക വന്നു, വെറുപ്പ് വന്നു. പതുക്കെ ഈ ഹൃദയം കഠിനപ്പെടാൻ തുടങ്ങി. അതാണ് ഈ പാറപ്പുറത്ത് എന്ന് പറഞ്ഞത്, പാറപ്പുറത്ത് വീണ വിത്ത് പോലെ എന്ന് പറയുന്നത്. വചനം കേൾക്കുമ്പോൾ സന്തോഷത്തോടെയൊക്കെ കൈക്കൊണ്ട്, പക്ഷേ ഈ പാറ വർഷങ്ങൾ കൊണ്ട് ഇതിങ്ങനെ കഠിനപ്പെട്ടൊരു ഹൃദയമായതുകൊണ്ട് ഈ വചനത്തിനെ ഒന്ന് ഇറങ്ങിച്ചെന്ന് ആ വ്യക്തി ഒന്ന് രൂപാന്തരപ്പെടുത്തുന്ന ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. കാരണം എന്താ? ക്ഷമിക്കപ്പെടാത്ത രീതിയിൽ പകയും കയ്പും വെറുപ്പും നീരസവും ഹൃദയക്കാടിനൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ വചനം കേട്ടപ്പോൾ എന്ത് സംഭവിക്കുകയാണ്? ഞാൻ എന്നെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. കർത്താവേ, ഈ വ്യക്തിയോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ ഇന്ന മേഖലയിൽ ഇന്ന പ്രശ്നം എനിക്കുണ്ട്, ഞാനതിനെ സമർപ്പിക്കുന്നു കർത്താവേ എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? ആ ദൈവവചനം ആ പാറയെ തകർക്കുന്ന ചുറ്റികയാണ് വചനം. എൻ്റെ അകത്തുള്ള ആ നീരസത്തെ, കയ്പിനെ, പകയെ വർഷങ്ങളായി ഞാൻ കൊണ്ടു നടക്കുന്ന ആ ഹൃദയ കാഠിന്യത്തെ അങ്ങ് തകർക്കും ഈ വചനം വന്നിട്ട്. കാരണം ഞാൻ സമർപ്പിച്ചല്ലോ. സമർപ്പിക്കുമ്പോൾ വചനം അതിൻ്റെ പ്രവൃത്തി ചെയ്യാതെ മടങ്ങിപ്പോകത്തില്ല. ആ സമർപ്പിക്കുമ്പോൾ അതങ്ങ് വന്ന് ഇടിച്ചു. അപ്പോൾ അങ്ങനെ വചനം ആ വ്യക്തിയിൽ ഇടിക്കാൻ തുടങ്ങി, പ്രവർത്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഏത് വ്യക്തിയോടാണോ ഈ കഠിനപ്പെട്ട ഒരു മനസ്സുണ്ടായിരുന്നത് ആ മനസ്സ് അങ്ങ് തരളിതമാകും. ക്ഷമിക്കാനായിട്ടും പൊറുക്കാനായിട്ടും ആ വ്യക്തിയോട് കൃപ തോന്നിപ്പിക്കും കർത്താവ്. മനസ്സിലായോ? അതുവരെ ആ വ്യക്തിയോട് ഭയങ്കര പകയായിരിക്കും, നമുക്ക് ദേഷ്യമായിരിക്കും, കാണുന്നതിൻ്റെ വെറുപ്പായിരിക്കും. അതുകൊണ്ട് വചനം, എനിക്ക് കരുണ തോന്നണം എന്നുള്ളവരോട് കരുണ, കൃപ തോന്നണം എന്നുള്ളവരോട് കൃപ, കഠിനമാക്കണം എന്ന് തോന്നുന്നവന്റെ ഹൃദയം കഠിനം. അപ്പൊ ഇതുവരെ കഠിനമാക്കി വെച്ചു. എന്താ കാരണം? പിശാചിന് ഇടം കൊടുത്തു. പിശാച് പറഞ്ഞുകൊണ്ട് ഏത് വകുപ്പിലാണ് ഈ ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ട്, കാരണം കയ്പിൽ കിടക്കുകയാണ്. പക്ഷെ ഇവിടെ നമ്മൾ വചനം കേട്ട് ഹൃദയത്തെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ക്ഷമിക്കാനായിട്ട് ഒരു താല്പര്യം കർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു, ക്ഷമിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ആ ഹൃദയത്തിന്റെ കാഠിന്യമാകുന്ന ആ ശക്തി, അതിന് വിള്ളൽ സംഭവിച്ചു. ആ വചനം വന്നങ്ങ് ഇടിച്ചു. പിടികിട്ടിയോ? അപ്പോ ഇനി ഈ ശക്തി എന്താ ചെയ്യുന്നത്? ഇതിനെ നമുക്കിനി ശാസിക്കാം. കാരണം നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് കൃപ പകർന്നു, ആ കഠിനത അങ്ങ് മാറ്റി. ഏത് വ്യക്തിയോടാണ് നമുക്ക് കഠിനതയുണ്ട്, ദൈവമാണ് കഠിനപ്പെടുത്തിയിരുന്നത്, ആ കഠിനത അങ്ങ് പെട്ടെന്ന് അങ്ങ് മാറി. എന്താ കാരണം? നമ്മൾ വചനം ഏറ്റെടുത്തു, ദൈവസന്നിധിയിൽ ക്ഷമ പറഞ്ഞു, ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവം ആ വ്യക്തിയോടുണ്ടായിരുന്ന കഠിനത അങ്ങ് മാറ്റിപ്പം സംഭവിച്ചു, ആ വ്യക്തിയോട് കൃപ തോന്നിപ്പിക്കുകയാണ് ദൈവം. മനസ്സിലങ്ങ് മാറ്റം വരികയാണ്. പെട്ടെന്ന് നീരസങ്ങളൊക്കെ വിട്ടുപോയി. പെട്ടെന്ന് ചിന്തിച്ചു, എന്തെങ്കിലും ആ വ്യക്തി ചെയ്തിരുന്ന കാര്യങ്ങൾ ഓർക്കുമ്പോൾ പെട്ടെന്ന് കയറി വന്നിരുന്ന കഠിനത ഇപ്പം ഇല്ല. കാരണം എന്താ? ആ നിയന്ത്രിച്ചിരുന്ന ശക്തി അവിടെ വെളിച്ചം വ്യാപരിച്ച് ആ ഇരുട്ടങ്ങ് പോയി. കേട്ടോ, പിടികിട്ടുന്നുണ്ടോ? അപ്പോൾ എന്ത് സംഭവിച്ചു? ആ ഒരു മേഖലയിലേക്ക് ദൈവവചനത്തിന്റെ അനുസരണത്താൽ അവിടെ ദൈവിക ജീവൻ, ദൈവത്തിന്റെ വെളിച്ചം, ദൈവത്തിന്റെ വിശുദ്ധി, ദൈവത്തിന്റെ സ്നേഹം ആ മേഖലയിലേക്ക് നിറയാൻ തുടങ്ങി. കണ്ടോ, അത്രത്തോളം ദൈവിക ജീവൻ എന്നിൽ നിറയപ്പെടാൻ തുടങ്ങി. നിറയപ്പെടുമ്പോൾ സംഭവിക്കും, ആ ഭാരം, ആ നിയന്ത്രിച്ചതിന്റെ ശക്തി അങ്ങ് മാറിപ്പോകുമ്പോൾ തന്നെ ആ വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് വലിയൊരു ഭാരം അങ്ങ് ഇറങ്ങിപ്പോകും. ക്ഷീണങ്ങൾ മാറും, പല രോഗങ്ങളും വിട്ടുപോകും. മനസ്സിലായോ? കാരണം ആ ശക്തി അങ്ങ് വിട്ടു. നിങ്ങൾ കണ്ടില്ലേ, കർത്താവ് പല ഭൂതങ്ങൾ പുറത്താക്കിയപ്പോൾ പല രോഗങ്ങൾ വിട്ടുപോകുന്നത് കണ്ടിട്ടില്ലേ? മനസ്സിലായോ? ഇതങ്ങ് വിട്ടുപോകുമ്പോൾ നിരാശ, ദുഃഖം, മരണഭീതി, ചില പലവിധമായിട്ടുള്ള സൈനസൈറ്റിസ്, തലവേദന, പിന്നെ വയറ് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ വീർത്തു വരുന്ന അസ്വസ്ഥതകൾ, നെഞ്ചിൽ ഭാരമിരിക്കുന്ന അവസ്ഥകൾ, ഇതൊക്കെ ഈ ശക്തികളുടെ ഔട്ട്പുട്ടാണ് പലതും. ഇത് പോയി കഴിയുമ്പോൾ അതിനോട് കൂടെ ഈ സാധനങ്ങൾ കൂടി അങ്ങ് പോകും, പെട്ടെന്ന് അങ്ങ് ഫ്രീ ആവും. മനസ്സിലായോ? അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അപ്പോൾ മാത്രമല്ല, ഇങ്ങനെ വരുന്ന വ്യക്തിക്ക് എന്തെങ്കിലും സന്തോഷിക്കാൻ പറ്റും? ഇതുവരെ സന്തോഷമില്ല. സന്തോഷിക്കാമെന്ന് വിചാരിച്ചാലും സന്തോഷിക്കാൻ പറ്റുന്നില്ല പലർക്കും. ചിരിക്കണമെന്നുണ്ട്, ചിരിക്കാൻ പറ്റുന്നില്ല. കാരണം ഈ ചിരിക്കാൻ പറ്റാത്ത രീതിയിൽ എന്ത് ചെയ്യുക, ഈ പേശികളൊക്കെ ഇങ്ങനെ അങ്ങ് ഇത് വരിഞ്ഞു മുറുക്കും. ഞാൻ വെറുതെ പറയുന്നതല്ല, ഇതൊക്കെ ഞാൻ പറയുന്നത് നിങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയാൽ നിങ്ങൾക്കറിയാം. ചിരിക്കാൻ പറ്റില്ല. കാരണം എന്താ?
ആ നിയന്ത്രിക്കുന്ന ശക്തി, ഞാൻ പറയില്ല, ഈ സ്പിരിറ്റ്സ് എവിടെ ഇരിക്കുന്നത്? ഇത് ബോഡിയിലിരിക്കുന്നത്. ഞാൻ ഈ സ്പിരിറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ ഞാനിത് വെറുതെ പറഞ്ഞല്ല. നിങ്ങൾ ഇതിൻ്റെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളതുപോലെ പല സ്പിരിറ്റ്സുകളുണ്ട്. അശുദ്ധാത്മാവുണ്ട്, വ്യാജാത്മാവുണ്ട്, അസൂയയുടെ, ഇതെല്ലാത്തിനും വചനമുണ്ട് കേട്ടോ. അസൂയയുടെ ആത്മാവുണ്ട്, ബോഷ്കിൻ്റെ ആത്മാവ്, ചുമ്മാ നുണ പറയാ, വെറുതെ നുണ പറയാം. എന്തിനാ നുണ പറയുന്നത്? അറിയില്ല, ചുമ്മാ പറയാം നുണ. ബോഷ്ക്ക് പറയുന്ന ആത്മാവുണ്ട്. അതുപോലെ ഞാൻ ഭയങ്കര എന്തോ സംഭവമാണെന്ന് കാണിക്കുന്ന, തന്നെത്താൻ ഉയർത്തുന്ന ആത്മാവുണ്ട്, ഉന്നത ഭാവത്തിൻ്റെ. അതുപോലെ തന്നെ ശരീരത്തെ മുറിവേൽപ്പിക്കുന്ന ആത്മാവുണ്ട്, തന്നെത്താൻ ദണ്ഡിപ്പിക്കും, നമ്മളെ തന്നെ ദണ്ഡിപ്പിക്കും. ചില നെഞ്ഞത്തൊക്കെ ഇട്ട് അടിക്കുന്ന കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ കയ്യൊക്കെ ഇട്ട് ഇടിക്കും, കുത്തും, തന്നെത്താനിട്ട് കുത്തും, മുറിവേൽപ്പിക്കുന്ന സ്പിരിറ്റ്സ് കണ്ടിട്ടില്ല നിങ്ങൾ? ഇതൊക്കെ ഒരു സ്പിരിറ്റ്സിൽ നിന്ന് ചെയ്യുന്ന ഇല്ലേ? ഗദിരദേശത്തെ ഭൂതഗ്രസ്തൻ എന്താ ചെയ്തിരുന്നത്? അവൻ കല്ലുകൊണ്ട് തന്നെത്താൻ ഇടിച്ചു. അപ്പം നമ്മൾ കല്ലുകൊണ്ട് ചിലപ്പോൾ ഇടിക്കുന്നില്ലായിരിക്കും, നമ്മൾ മറ്റു പല ഇതിലും നമ്മളെ തന്നെ അങ്ങ് ദണ്ഡിപ്പിക്കുക. ഓ, എൻ്റെ ജീവിതം മടുത്തു, എൻ്റെ ജീവിതം പോക്ക, എനിക്കിങ്ങനെ മതി, ഇങ്ങനെ അങ്ങ് പൊക്കോട്ടെ, ഇത്രയ്ക്കൊക്കെ ആയില്ലേ? നീ മനസ്സിലാവുന്നുണ്ടോ? ഓ, എന്തായാലും ഇത്രയ്ക്കൊക്കെ അങ്ങ് ജീവിച്ചു, ഇനി അങ്ങ് ജീവിച്ചങ്ങ് തീർക്കണം. ഇനിയിപ്പോൾ കുറച്ചുകൂടി കാലമല്ലേ ഉള്ളൂ, ഇത്ര കാലം ഒന്നും അനുഭവിച്ചിട്ടില്ലല്ലോ, ഇനിയിപ്പോൾ എന്നാ അനുഭവിക്കാനാ? അല്ലെങ്കിൽ ചിലർ പറയും, ഇത് മുഴുവൻ അനുഭവിച്ച് തീർന്നല്ലോ, ഇനിയിപ്പോൾ അങ്ങ് ചത്താൽ മതി. ഇങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ട്. ഇതെല്ലാം തന്നെത്താൻ ചതയ്ക്കുന്ന സംഭവങ്ങളാണ്. ജീവനും മരണം നിന്റെ നാവിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ മായ കൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോരുത്തരും ഓരോ വാക്കുകൾ പറയുമ്പോൾ അത് ആ വ്യക്തിക്ക് തന്നെയാണ് ദോഷമായിട്ട് വരുന്നതെന്ന് പലരും അറിയുന്നില്ല. ഇതാണ് തന്നെത്താൻ ചതയ്ക്കുക എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അതുപോലെ തന്നെ അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവ്, അനുസരണക്കേട് കാണിക്കുക, എന്തു പറഞ്ഞാലും അനുസരിക്കത്തില്ല, ഭയങ്കര റിബലാവുക. മനസ്സിലായോ? അപ്പോൾ അത് ഒരു സ്പിരിറ്റാണ്, അത് അശുദ്ധാത്മാക്കളാണ്. നമ്മൾ ആ ആത്മാവിനെ കണ്ട് അതിനെയാണ് ശാസിക്കേണ്ടത്. അതുപോലെ തന്നെ വഞ്ചനയുടെ ആത്മാവ്, വഞ്ചിക്കുക, തന്നെത്താൻ വഞ്ചിക്കുക. അതുകൊണ്ട് വചനം പറയുന്നുണ്ട്, നിങ്ങളെ തന്നെ വഞ്ചിക്കരുത്. അതുപോലെ മറ്റുള്ളവരെ വഞ്ചിക്കുക, ഏത് വിധേനയും മറ്റുള്ളവന്റെ കൈവശമാക്കാനുള്ള ഒരു മോഹം. അതുപോലെ തന്നെ ദാസ്യത്തിന്റെ ആത്മാവ്, ദാസ്യത്തിലേക്ക് കൊണ്ടുപോവുക. മനസ്സിലായോ? ചിലരുണ്ടല്ലേ ഭയങ്കര ദാസ്യം ഇങ്ങനെ അഭിനയിക്കുന്ന ഒരു സാധനം. അതുപോലെ തന്നെ ചിലവരെ പിശാച് എന്ത് ചെയ്തതിനെ അവനെ അടിമപ്പെടുത്തിയിട്ട് ദാസ്യത്തിലിട്ടിരിക്കണ. ഗലാത്യലേഖനം പറഞ്ഞ സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി. പക്ഷെ ഇത് അറിഞ്ഞിട്ടില്ല, ഇപ്പോഴും ദാസ്യത്തിലാണ് കിടക്കുന്നത്. മനസ്സിലായോ? പലരും പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഞാൻ അടിയൻ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നത്. അടിയൻ എന്ന് പറഞ്ഞാൽ അടിമയാണ്. മക്കളായി തീർന്നത് ഇപ്പോഴും ബോധ്യം വന്നിട്ടില്ല ഉള്ളില്. കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. കെടാത്തത് നിലനിൽക്കുന്ന ദൈവജനത്താലാണ് നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. ഈ ബോധമൊന്നുമില്ല, ഇപ്പോഴും അടിമയായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അടിയനെ എന്ന് പറഞ്ഞാൽ അടിമയാണെന്നാണ് അതിനർത്ഥം. മനസ്സിലായോ? അപ്പോൾ ഒരു ശുശ്രൂഷ മനോഭാവത്തിൽ നമുക്കൊരു അടിമയുടെ കാര്യം ചെയ്യുന്ന പോലെ ചെയ്യുന്നു. കർത്താവ് ഒരു അടിമയെ പോലെ കാര്യങ്ങളൊക്കെ ചെയ്തു ശുശ്രൂഷയുടെ കാര്യത്തിലുണ്ട്. പക്ഷേ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ അടിമയല്ല, നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. നാം അങ്ങനെ തന്നെയാകുന്നു. ഹല്ലേലൂയ. അപ്പോൾ ആ ബോധ്യത്തിലാണ് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കും. എങ്ങനെ പ്രാർത്ഥിക്കേണ്ടത്? നമ്മളിപ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കുക? എപ്പോഴും പ്രാർത്ഥന തുടങ്ങുന്നത് എങ്ങനെയാ? കർത്താവ് നമുക്ക് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചില്ല നമ്മളെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗീയ പിതാവേ എന്ന് പറഞ്ഞിട്ട് നമ്മളെപ്പോഴും പ്രാർത്ഥന ആരംഭിക്കേണ്ടത്. മനസ്സിലായോ? സ്വർഗത്തിലെ പിതാവിനോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കാരണം നമ്മൾ ആ സ്വർഗത്തിലെ പിതാവിൻ്റെ പുത്രിയാണ്. ആ ബന്ധത്തിലാണ് അപ്പ എന്ന് പറഞ്ഞിട്ട് അപ്പാ പിതാവേ എന്ന് വിളിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈ ഒരു ബന്ധത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. മാത്രമല്ല ഈ പ്രാർത്ഥന തീർക്കേണ്ടത് എങ്ങനെയാണ്? പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ പ്രാർത്ഥന പിതാവിനേക്ക് അർപ്പിക്കേണ്ടത്. നമ്മൾ മക്കളാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. നമുക്ക് ഒരു കാര്യങ്ങൾ ഇപ്പോൾ ഈ ആയിരിക്കുന്ന അവസ്ഥകളിൽ, ഇപ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലയളവിൽ പുത്രൻ മുഖാന്തരമാണ് നമുക്ക് പിതാവിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലാൻ പറ്റത്തുള്ളൂ. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നില്ല. എൻ്റെ നാമത്തിൽ നിങ്ങൾ പിതാവിനോട് ചോദിക്കുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും കേട്ടോ. അപ്പോൾ പിതാവിനോട്, സ്വർഗസ്ഥിലെ പിതാവിനോട് നമ്മൾ സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ. അവസാനം വരുമ്പോൾ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവേ, ഈ ആവശ്യത്തെ അങ്ങയോട് ഞങ്ങൾ അറിയിക്കുന്നു, പ്രാർത്ഥന കേട്ട് ഉത്തരം തരണമേ, ആമേൻ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവവചനപ്രകാരമുള്ള പ്രാർത്ഥനയാണ്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുപോകാതെ ദാസ്യ മനോഭാവത്തിൽ, കാരണം ഇപ്പോഴും പല
പെന്തിക്കോസ്ത് കോളത്തിലുള്ള പലരും ഇങ്ങനെയുള്ള ഒരു ദാസ്യത്വത്തിലാണ് എടുക്കുന്നത്. അതിൽ നിന്ന് പലർക്കും മോചനം വന്നിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ വെളിച്ചപ്പാടത്തിയുടെ ആത്മാവ് നമ്മൾ കണ്ടല്ലേ. ഇപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ചിലർ പറയും, എടാ നമുക്ക് അവിടെ ഒരാളുണ്ട്, അവിടെ നിന്ന് പോയിട്ട് കേൾക്കാം, ആ പ്രവാചകൻ്റെ അടുത്തേക്ക് ഒന്ന് പോയാലോ. ആൾ പറയും അച്ചട്ടാട്ടോ, ഭയങ്കര കൃത്യയോട് പറയും. പക്ഷെ ആത്മാവ് വേറെ പ്രിയമുള്ളവരെ, അച്ചട്ടൊക്കെ ആയിട്ട് പറയും. കാരണം നിങ്ങളുടെ ഹൃദയത്തിലിരിക്കുന്ന ആഗ്രഹം എന്താണെന്ന് കൃത്യമായിട്ട് പറയാനായിട്ട് പിശാചിന് അറിയാം. കാരണം പിശാച് എപ്പോഴും ഈ ഹൃദയത്തിലെ മോഹങ്ങളിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഉള്ളിലിരിക്കുന്ന മോഹത്തെ ജനിപ്പിക്കുന്ന ഒരു ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. മോഹങ്ങൾ ജനിക്കുവാറ് ജഡത്തിനായി ചിന്തിക്കരുതെന്ന വചനം പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു വ്യക്തിയുടെ ഉള്ളിൽ മോഹം ഉണ്ടെങ്കിൽ പിശാചിന് വ്യക്തമായിട്ട് കാര്യങ്ങളിൽ മോഹങ്ങൾ അറിയാലോ. അപ്പോൾ പിശാച് ഈ പ്രവാചകൻ എന്ന് പറയുന്ന കള്ളപ്രവാചകന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന വെളിച്ചപ്പാടിന്റെ ആത്മാവിൽ കൂടി അവിടെ ചെല്ലുമ്പോൾ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറയും. നമ്മളങ്ങ് വണ്ടറടിക്കും, അയ്യോ എന്തുവായി പറയുന്നത് എന്നൊക്കെ പറയും. ആത്മാവ് വേറെയാണ്. ദൈവവചനപ്രകാരമുള്ള പ്രവാചകന്മാരുണ്ട്. ആ പ്രവാചകന്റെ പണി നിങ്ങളുടെ ഭാവി പറയലല്ല, നിങ്ങൾ എവിടെ വീണ് കിടക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യണം. അല്ലെങ്കിൽ കാര്യം പോക്കാന്ന് പറയാം, തിരുത്തണം. അതാണ് യഥാർത്ഥത്തിലുള്ള പ്രവാചകൻ ചെയ്യുന്നത്. കുറവുകൾ എന്താണെന്ന് വചനത്തിൽ കൂടി വെളിപ്പെടുത്തി തരും. വചനത്തിന്റെ മുന്നിൽ വിറയ്ക്കും യഥാർത്ഥത്തിലുള്ള പ്രവചനം കേട്ട് കഴിഞ്ഞാൽ. നിങ്ങൾ മനസ്സിലായോ? അത് വചനത്തിൽ കൂടിയാണ് പറയുന്നത്. അതല്ലാതെ ഇന്ന് കാണുന്ന കള്ളപ്രവാചകന്മാരെ പോലെയല്ല. പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം. ഇന്ന് വിശ്വാസം എന്താണെന്ന് പോലും അറിയാത്തവന്മാരെ പ്രവാചകന്മാർ. മനസ്സിലായോ? അപ്പോ ഇവിടെ പറയാണ് വെളിച്ചപ്പാടിന്റെ ആത്മാവ്, ലക്ഷണം പറയുന്ന ആത്മാവ്, ഭാവി പറയുന്ന ആത്മാവ്. ഒരിക്കലും ഒരു പ്രവാചകന്റെ അടുത്ത് പോയിട്ട് ഭാവി കേൾക്കാൻ വേണ്ടി ആരും പോകരുത്. കാരണം അങ്ങനെ ഒരു ഭാവി കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്തോട്ട് പോകുന്ന ഒരു ശുശ്രൂഷ ഇല്ല ഇവിടെ. മനസ്സിലായോ? നമ്മൾ ഒരുക്കുന്ന ശുശ്രൂഷയാണ് 5 തരം ശുശ്രൂഷകാരന്മാരെ ദൈവം വെച്ചിരിക്കുന്നത്. ഇന്ന് കള്ളപ്രവാചകന്മാരെ നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് കർത്താവ് എപ്പോഴും പറയുന്നത് കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുവിൻ. പിടികിട്ടുന്നുണ്ടോ? അപ്പോൾ അങ്ങനെയായി കള്ളപ്രവാചകന്മാരിൽ വ്യാപരിക്കുന്ന വെളിച്ചപ്പാടിന്റെയും ലക്ഷണം പറയുന്ന ഭാവി പറയുന്ന ആത്മാവ്, അതുപോലെ ചിത്തഭ്രമത്തിന്റെ ആത്മാവ്, മെന്റൽ ഡിപ്രഷൻ ഉണ്ടാക്കുന്ന ആത്മാവ്. ചിത്തഭ്രമം, മാനസിക വിഭ്രാന്തി ഉണ്ടാക്കുന്നത് പിശാചാണ്, അശുദ്ധാത്മാക്കളാണ്. ബുദ്ധിഭ്രമത്തിന്റെ ബൈബിൾ തന്നെയുണ്ട്. ബുദ്ധിഭ്രമം ഉണ്ടാക്കുക. മനസ്സിലായോ? ഡിപ്രഷൻ ഉണ്ടാക്കുക. അതുകൊണ്ടുള്ള കർത്താവ് അങ്ങനെയുള്ള പലരെയും സൗഖ്യമാക്കുമ്പോൾ സുബോധം വന്നു. ഇപ്പൊ ഈ ഗതിരബാധിതം ഗതിരദേശത്തെ ഭൂതഗ്രസ്തന്റെ അവൻ കല്ലറകളിലൊക്കെ പോയി കിടന്നതാണ്. അവന് സുബോധത്തെ കെടുത്തി കളയായിരുന്നു. അവന് സുബോധം വന്നു കഴിഞ്ഞപ്പോൾ അവൻ കർത്താവിന്റെ കാൽക്കലിരുന്നു എന്നാണ് പറയുന്നത്. വസ്ത്രം ധരിച്ചു, കാൽക്കലിരുന്നു. അപ്പോൾ ഡിപ്രഷൻ വരുത്തുക. മൈൻഡിൽ ഇങ്ങനെ ഓരോന്ന് കൊണ്ടുപോയിട്ട് ഇങ്ങനെ പിരിപിരിപിരിപിരിപിരാന്നിങ്ങനെ ചിന്തകൾ കൊണ്ടുവരും. മനസ്സിലായില്ലേ? ആ ചിന്തകൾ ഇങ്ങനെ കൊണ്ടുവന്ന് ആ മൈൻഡിനെ ഒരു ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകും. നിന്റെ ജീവിതം പോക്ക, നിന്റെ കാര്യം പോക്ക. മനസ്സിലായില്ലേ? ഇങ്ങനെ ചിന്തകളിലേക്ക് കൊണ്ടുവരും. നീ വിചാരിച്ച പോലെ ഒന്നും നടക്കണില്ലല്ലോ, നിനക്ക് വിചാരിച്ച പോലെയുള്ള ആളില്ലല്ലോ കിട്ടിയത്, നിന്റെ കെട്ടിയോൻ ഇങ്ങനെയല്ലേ, നിന്റെ ഭാര്യ ഇങ്ങനെയല്ലേ, അത് നിന്റെ മക്കൾ വല്ലതും ശരിയാവുന്നുണ്ടോ, അല്ലെങ്കിൽ നീ വിചാരിച്ച പോലെ കാര്യങ്ങൾ പോകുന്നില്ലല്ലോ, കാശില്ലല്ലോ. മനസ്സിലായോ? നിനക്ക് വീടുണ്ടോ, നിനക്ക് കാറുണ്ടോ, നിനക്ക് എന്തെങ്കിലും ഉണ്ടോ, നല്ലത് എന്തെങ്കിലും ഉണ്ടോ, എത്ര കാലമായി ഇങ്ങനെ കണ്ടോ ചിന്തകളിൽ ഇങ്ങനെ കൊണ്ടുവരും പിശാച്. പക്ഷെ പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവിൻ, ഞാൻ നിന്നൊരു നാളും കൈവിടത്തിൽ ഉപേക്ഷിക്കത്തില്ല, എൻ്റെ ദൈവം നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനോട് ക്രിസ്തുയേശുവിൽ പൂർണ്ണമായും നിവർത്തിച്ചു തരും. ഒന്നിനെക്കുറിച്ചും ആവരാതിപ്പെടരുത്. ആപേക്ഷയാലും പ്രാർത്ഥനയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കത്ര വേണ്ടത്. ബാലസിംഹങ്ങൾ ഇരുട്ടാതെ പറഞ്ഞാൽ എൻ്റെ കർത്താവിനെ അന്വേഷിക്കുന്നവർ ഒരിക്കലും ഒരു നന്മയ്ക്ക് മുട്ടുവരത്തില്ല. കണ്ടോ? 2 തരം മൈൻഡ് സെറ്റാണ്. ഒന്ന്, ഈ അശുദ്ധാത്മാക്കളും ഭൂതാത്മാക്കളും അകത്തിരുന്നിട്ട് പിരിപിരിപിരിപിരാ ഇതിങ്ങനെ കയറി കഴിഞ്ഞാൽ മൈൻഡ് അങ്ങ് പോകും. പിന്നെ നിങ്ങൾ പിടിച്ചാൽ കിട്ടുകയില്ല. നിങ്ങളുടെ ആകെ അസ്വസ്ഥമായി. കാരണം അത് കൺട്രോൾ ഏറ്റെടുക്കുക. നിങ്ങളത് അറിയുന്നില്ല. നമ്മൾ മൈൻഡ് അങ്ങ് മാറി ആകെ അസ്വസ്ഥമായി, സന്തോഷിക്കാൻ പറ്റുന്നില്ല, ഇതാക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ വാർഫയറിൽ തോറ്റു. അവിടെ ആത്മാവിൽ അതിനെ ജയിക്കാൻ പറ്റുന്നില്ല. ഇതിങ്ങനെ തുറമാനമായി പോകുമ്പോൾ അത് ശരീരത്തേക്ക് അസ്വസ്ഥമാക്കും. മനസ്സിലായോ? ഇതിനൊക്കെ ജയിക്കണം. നമ്മൾ ഈ സംഭവങ്ങളൊക്കെ ജയിക്കണം. ഇതിനാ ദൈവത്തിൻ്റെ കൃപ, ഇതിനാ ദൈവവചനം കേൾക്കുന്നത്. അതുപോലെ തന്നെ ഭീരുത്വത്തിൻ്റെ ഭയം കൊണ്ടുവരിക. ഇതിപ്പോൾ പറയുന്നത് അശുദ്ധാത്മാക്കളെ കുറിച്ചും ഭൂതാത്മാക്കളെ കുറിച്ചുള്ളൊരു ലിസ്റ്റായി പറയുന്നത് തുടങ്ങി. ഞാൻ ഇപ്പോൾ എത്ര എണ്ണം പറഞ്ഞു? ഇതൊക്കെ എവിടെ ഇരിക്കുന്നതെന്ന് വിചാരിച്ച് നിങ്ങൾ? വ്യക്തികളുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്. എന്നെ കേൾക്കുന്ന
നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഈ പറയുന്നതിൽ ഏറിയ പങ്ക് സാധനങ്ങളൊക്കെ ഉണ്ട്. അതിങ്ങനെ അടങ്ങി ഒതുങ്ങി കിടക്കേണ്ടതേ ഉള്ളൂ. അതൊരു സമയം വരുമ്പോൾ അതങ്ങ് പൊങ്ങും. ഒരു സമയം വരുമ്പോൾ പുളിപ്പിച്ച് എന്താണോ ഏത് ആത്മാവിനുള്ളിൽ അതങ്ങ് പൊങ്ങി വരും. അതവിടെ മൊത്തം അങ്ങ് അലങ്കോലമാക്കും, അന്തരീക്ഷം മൊത്തം മാറ്റും. മനസ്സിലായോ? ഭീരുത്വം കൊണ്ടുവരിക, ഭയം കൊണ്ടുവരിക, ഭീതി കൊണ്ടുവരിക. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, ആക്സിഡൻ്റ് ഉണ്ടാവും, ഞാൻ മരിച്ചു പോകും, രോഗം വരും. മനസ്സിലായോ? അയ്യോ ഇവിടുന്ന് ഞാൻ ചിലപ്പോൾ വീണു പോകും. ഇങ്ങനെ ചില ഭയം ഫുള്ള് ഭയമാണ്. മരിച്ചു പോകും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കള്ളം വരുമോ, കട്ടുകൊണ്ട് പോവോ, എടുത്തുകൊണ്ട് പോവോ, കേട്ടോ. ഉള്ളിലിങ്ങനെ ഭീതി കൊണ്ടുവരിക. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ന് പറയാൻ 2 തിമോത്തി 1:7 പറയണം, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ എത്ര ദൈവം പകർന്നിരിക്കുന്നത്. കണ്ടോ? ഹല്ലേലൂയ. പിന്നെ അശ്ലീല താല്പര്യം ഉണ്ടാക്കും. മോശമായിട്ടുള്ള വീഡിയോസ് കാണുക, മോശമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള വീഡിയോകൾ കാണുമ്പോൾ അതിലേക്ക് ഇങ്ങനെ വലിച്ചുകൊണ്ടങ്ങ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡിയും അതിനനുസരിച്ച് എന്ത് ചെയ്യും? പ്രതികരിക്കും. അപ്പോൾ പാപം ചെയ്യാനായിട്ടുള്ള ശരീരത്തിൽ നമ്മൾ നമ്മൾ നല്ലൊരു ഭക്ഷണം കണ്ടു കഴിയുമ്പോൾ വായിൽ വെള്ളം വരത്തില്ലേ? ഇപ്പോൾ ചില ഈ യൂട്യൂബ് ചാനൽസൊക്കെ കാണുമ്പോൾ ചില ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലേ. എന്ന് പറഞ്ഞാൽ എന്താ, അത് കാണുമ്പോൾ നമ്മളുടെ അകത്തുള്ള ഇന്ദ്രിയങ്ങൾ അതിൻ്റെ പ്രവർത്തനം നടക്കുമ്പോൾ എന്ത് സംഭവിക്കുകയാണ്? പെട്ടെന്ന് വായിൽ വെള്ളം വരും, അല്ലേ? ഇതുപോലെ തന്നെ മോശമായിട്ടുള്ള വീഡിയോ കാണുമ്പോൾ അത് ശരീരം അപ്പോൾ അതിന് പ്രതികരിക്കുമ്പോൾ പാപത്തിലേക്ക് പോകും. കണ്ടോ? അശ്ലീലം കാണാനായിട്ട് പ്രേരിപ്പിക്കുക. ഈ കണ്ണുകൊണ്ട് ദോഷമായത് കാണുക. ദോഷം കണ്ടുകൂടാത്ത നിർമ്മല ദൃഷ്ടിയുള്ള യഹോവയുടെ കണ്ണുകളെ പോലെ ആകേണ്ടത് വേണം അശ്ലീലം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി പിന്നെ എങ്ങനെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്? അപ്പോൾ ഇത് നിയന്ത്രിക്കുന്നൊരു ശക്തി ഉണ്ടെന്നേ പറഞ്ഞത്. അശ്ലീലം കാണുവാനായിട്ട്, മോശമായിട്ടുള്ള വീഡിയോകൾ കാണാനായിട്ട്, സിനിമകൾ കാണാനായിട്ട് പ്രേരിപ്പിക്കുകയാണ്. ആരും കാണത്തില്ല. നീ കണ്ടോ? ഇപ്പം നീ മാത്രമല്ലേ ഉള്ളൂ. നീ മുറിയിൽ വല്ലവരും ഉണ്ടോ? നീ മാത്രമല്ലേ ഉള്ളൂ. നീ വാലടച്ചിട്ടോ? അത് കണ്ടോന്നേ, അത് കഴിഞ്ഞിട്ട് ഡിലീറ്റ് ചെയ്താൽ മതി. ഇപ്പം ആരെങ്കിലും പപ്പ നോക്കി, മമ്മി നോക്കി, ഭാര്യ നോക്കി, കാണത്തില്ല. നീ ഡിലീറ്റ്. എന്തെല്ലാം ഹൈഡ് ചെയ്യാനുള്ള എന്തെല്ലാം ആപ്പുകളുണ്ട്, അല്ലേ? ഇപ്പോഴത്തെ പിള്ളേരുകൾക്കൊക്കെ ഭയങ്കര സ്കില്ലാണ്. അപ്പനോ അമ്മയോ അല്ലെങ്കിൽ നിങ്ങളൊന്നും കിണഞ്ഞ് പരിശ്രമിച്ചാൽ പോലും മൊബൈലിൽ എന്തുണ്ടെന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും, എൻ്റെ മൊബൈലിൽ ഞാൻ ഇന്ന് വരെ ഒരു മോശമായിട്ടുള്ള സംഭവം കണ്ടിട്ടില്ല, ഞാൻ കാണത്തില്ല. കാരണം ഇത് ഞാൻ ദൈവത്തിനായി വേർതിരിച്ചിരിക്കുകയാണെന്ന് പറയാൻ പറ്റുമോ നമുക്ക്? എത്ര പേർക്ക് പറയാൻ പറ്റും? എത്ര പേർക്ക് മൊബൈൽ, ഭാര്യയുടെ മൊബൈൽ ഭർത്താവിനും, ഭർത്താവിൻ്റെ മൊബൈൽ ഭാര്യയ്ക്കും കൊടുക്കാൻ പറ്റും? 16 പാസ്വേഡൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നു പലരും. എന്തിനാ അത്? രണ്ടും ഒന്നാണെങ്കിൽ എന്തിനാ അതെങ്ങനെ? മനസ്സിലായി പറയുന്നത്? അപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടിരിക്കണം. അതിന് വിരുദ്ധമായിട്ടുള്ള ഒന്നും നമ്മുടെ ഫോണിൽ പാടില്ല. അതെല്ലാം ഉണ്ടെങ്കിൽ നീക്കിക്കളയണം. ഇല്ലെങ്കിൽ ഈ സ്പിരിറ്റൊക്കെ കയറി ഉള്ളിലിരുന്ന് നശിപ്പിച്ച് കളയും. മനസ്സിലായോ? അപ്പോൾ കണ്ടോ, അശ്ലീലം കാണാനായിട്ട് മനസ്സിന് മലീമസമാകും. ഈ അശ്ലീലമായിട്ടുള്ള സംഭവങ്ങൾ കണ്ടാൽ മനസ്സ് അശുദ്ധമാകും. പിന്നെ അവിടെ കയറിയിട്ട് വിശുദ്ധിയും കർത്താവിൻ്റെ വരവുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ലതും കയറും. കാരണം ഈ സംഭവം മുഴുവൻ കൊണ്ട് കള കൊണ്ട് വിതച്ചിട്ട് പോവുക ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇൻ്റർനെറ്റൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒന്നും കാണാൻ വേണ്ടി നോക്കണ്ട, വെറുതെ നോക്കിപ്പോയാൽ എന്തെങ്കിലും വാക്കടിക്കുമ്പോൾ തന്നെ കയറി വരും, അല്ലേ? അങ്ങനത്തെ ഒരു യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, കുഞ്ഞുങ്ങളൊക്കെ ജീവിക്കുന്നത്. അപ്പോൾ ആരും എല്ലാം പറഞ്ഞ് തിരുത്തിയൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇതൊരു തീരുമാനമാണ്, എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു തീരുമാനമാണ്. ഞാൻ ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടവനാണ്. ഞാൻ ദൈവത്തിൻ്റെ നാസീറാണ്. കർത്താവെ, അങ്ങ് ആഗ്രഹിക്കുന്നൊരു വിശുദ്ധിയിലേക്ക് എന്നെ നടത്തണം. അങ്ങനെ തീരുമാനിക്കാതെ ഒന്നും ഈ പറയുന്ന അനുഭവത്തിലേക്കൊന്നും കയറി വരാൻ പറ്റത്തില്ല. ഈ പോത്തിന് കടിച്ചുകൊണ്ട് പോകുന്ന പോലെ കൊണ്ടുപോകുന്നൊരു പരിപാടിയൊന്നുമല്ല. ഇത് കർത്താവിനെ അനുഗമിക്കുന്നൊരു അനുഗമനമാണ്. അതുപോലെ തന്നെ അശുദ്ധാത്മാക്കളുടെ തടം എന്ന് പറയുന്നൊരു വാക്കുണ്ട്, വെളിപ്പാട് പുസ്തകത്തിലാണ്. അശുദ്ധാത്മാക്കളുടെ തടം എന്ന് പറഞ്ഞാൽ ഈ അശുദ്ധാത്മാക്കൾ ഇങ്ങനെ നിറഞ്ഞിരിക്കാന്നേ പറഞ്ഞാൽ അർത്ഥം. മനസ്സിലായോ? ഏത് ടൈപ്പ് സംഭവം വേണം അതൊക്കെ ഉള്ളിലിരിക്കുക. അതാണ് തടമെന്ന് പറയുന്നത്. അശുദ്ധാത്മാക്കളുടെ തടം നിറഞ്ഞിരിക്കുകയാണ് ഈ സാധനങ്ങൾ, ഈ സ്പിരിറ്റ്സുകൾ. നല്ലത് ചിന്തിക്കാൻ പറ്റുന്നില്ല. എപ്പോഴാണ് നല്ലത് ചിന്തിക്കുന്നത് ആളുകൾക്ക്? സത്യമായതും നീതിയായതും ഘനമായതും സൽകീർത്തിയായതും പുകഴ്ചയായതും മാനമായതും ചിന്തിക്കണം എന്ന് പറഞ്ഞിട്ട് എത്ര പേർക്ക് അത് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്? കാരണം അത് ചിന്തിക്കണമെങ്കിൽ ആദ്യം ഇതിനൊക്കെ ഒന്ന് ട്യൂൺ ചെയ്യണം. ഇതിനൊന്ന് ട്യൂൺ ചെയ്യണ കാര്യമായി പറഞ്ഞുകൊണ്ടിരിക്കണം ഞാൻ. ഇതിനൊന്ന് ട്യൂൺ ചെയ്തെങ്കിലേ ചിന്തയിലേക്കൊക്കെ ഒന്ന് കയറി വരാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അപ്പോൾ അതിനൊക്കെ തടസ്സം നിൽക്കുന്ന മൈൻഡിലാണ് പിശാച് മുഴുവൻ കയറി പ്രവർത്തിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് അവൻ്റെ
കേന്ദ്രം. അവിടെയാണ് ശുദ്ധി, വിശുദ്ധിയാൽ നിറയപ്പെടേണ്ടത്, മനസ്സ് പുതുക്കേണ്ടത്. അതുപോലെ തന്നെ അറപ്പിൻ്റെ ചിന്ത. ചിലർക്ക് ഭയങ്കര അറപ്പാണ്, എല്ലാത്തിനോടും അറപ്പ്. ചിലർ ഭയങ്കര ക്ലെൻലിനെസ്സാണ്. ചിലർക്ക് കൈ കഴുകുന്നു, തുടയ്ക്കുന്നു, പിന്നെയും പാത്രം കഴുകുന്നു, എന്തോരം ചെയ്തിട്ടും അവരിത് വരുന്നില്ല. അത് ഓവറായിട്ടുള്ള ക്ലെൻലിനെസ് ആണ്, അല്ലെങ്കിൽ ഒരു ഭയങ്കര അറപ്പ് തോന്നിപ്പിക്കുന്നത്. അത് അകത്തൊരു സാധനം ഇരിക്കുന്നതാണ് അങ്ങനെ ചെയ്യുന്നത്. മനസ്സിലായോ? കർത്താവ് എന്താ പറഞ്ഞത്? ശിഷ്യന്മാർ വന്നിട്ട് പറഞ്ഞു, നിന്റെ ശിഷ്യന്മാരെ, വേറൊരിടത്ത് വന്നിട്ട് ശാസ്ത്രന്മാർ വന്നിട്ട്, നിന്റെ ശിഷ്യന്മാർ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞു, കൈ കഴുകാണ്ട് ഇപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇപ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. അകത്തോട്ട് ചെല്ലുന്നതല്ല, അകത്ത് നിന്ന് പുറത്തോട്ട് വരുന്നത് അത്രേ ഒരുവനെ അശുദ്ധനാക്കുന്നത്. എന്തുവാ പറച്ചിൽ കർത്താവ്? നമ്മളും ചിന്തിച്ചു വയ്ക്കുക. നമ്മളെല്ലാം ഭയങ്കര ക്ലിയർ ആയിട്ട് വയ്ക്കുക. ഈ അകത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇവിടുത്തെ എപ്പോഴാണ് കളയുന്നതൊക്കെ എടുത്തിട്ട് ഈ അകത്തൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ഈ പറയുന്ന പുറത്തുള്ള ക്ലീനിങ്ങും, വസ്ത്രം അലക്കുന്നതും, അടുക്കള ക്ലിയർ ചെയ്യുന്നതും, വീട് ക്ലിയർ ചെയ്യുന്നതും വേണ്ടെന്നല്ലേ പറയുന്നത്. പാളയം ശുദ്ധിയായിരിക്കണം, വേണ്ടെന്ന് ഞാൻ പറയുന്നത്. പക്ഷെ ഇതിനോടുള്ള ഈ തീഷ്ണത അകത്തുള്ളതിന് കളയാനായിട്ട് എന്തില്ലാത്തത്? അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞത്, സകല അശുദ്ധിയും നിറഞ്ഞിരിക്കുന്ന ഹൃദയം നിങ്ങൾ എന്താ ക്ലിയർ ചെയ്യാത്തത്? ഒരുവന്റെ ഹൃദയത്തിൽ നിന്നും, അകത്ത് തന്നെ, മാർക്കോസിന് ശേഷം 7:21 മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നും തന്നെ അശുദ്ധ, ദുശ്ചിന്ത, വ്യഭിചാരം, ഇതിങ്ങനെ അകത്തിരിക്കുക. ഇതിനെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഈ വീടും പാത്രങ്ങളും കൈ കഴുകുന്നതും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ അത്ര താല്പര്യം, എൻ്റെ കർത്താവേ ഇത് മുഴുവൻ എന്നിൽ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് അകം ഒന്ന് ക്ലിയർ ചെയ്യാൻ എന്താ അത്ര താല്പര്യമില്ലാത്തത്? ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പറയാണ്, കണ്ടോ, നമ്മുടെ അകത്ത് ഇങ്ങനെ അറപ്പ്, അല്ലെങ്കിൽ അത് ചെയ്താൽ ഇങ്ങനെ ആവും, അതിങ്ങനെ കഴിച്ചാൽ 16 പ്രാവശ്യം ചിലത് കഴുകും, ചിലപ്പോൾ ഒത്തിരി പ്രാവശ്യം ചെയ്യുന്ന പലരെയും കണ്ടിട്ടില്ല നമ്മൾ. അങ്ങനെ ഓവറായിട്ട് കഴിയുമ്പോഴാണ് പലരും ഡോക്ടറോട് പോകുന്നത്, അല്ലേ? അതിന് പറയുന്നൊരു പേരുമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ളൊരു വിശുദ്ധി അകത്തുണ്ടാകാനായിട്ടുള്ളൊരു ആഗ്രഹം. നമ്മൾ ഇച്ചിരി ഒന്നിപ്പോൾ പാത്രം ഒന്ന് ഇച്ചിരി ഇത് കഴുകി കുറഞ്ഞാലും ഒന്നും സംഭവിക്കത്തൊന്നുമില്ലെന്നേ. സ്തോത്രത്തോടെ എല്ലാം വിശുദ്ധീകരിക്കപ്പെടും. നമ്മൾ ഈ വീട്ടിലൊക്കെ അല്ലേ ഇത്ര ഇതൊക്കെ, പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഈ കൊണ്ടുതരുന്നല്ലേ കാണുന്നുള്ളൂ. ഈ കൊണ്ടുതരുന്ന പ്ലേറ്റിൽ കൊണ്ടുതരുമ്പോൾ ആ മനോഹാരിതയല്ലേ കാണുന്നത്. ഉണ്ടാക്കുന്ന സ്ഥലമോ, അല്ലെങ്കിൽ പലരും ഇപ്പോൾ പുറത്തുനിന്നാണ് ഫുഡ് പറയുന്നത്, ഇത് ഉണ്ടാക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടു കഴിഞ്ഞാൽ പലരും കഴിക്കത്ത് പോലുമില്ല. അപ്പോൾ ഇതൊക്കെ ഒരു അകത്തിരിക്കുന്ന ഒരു സംഭവമാണെന്ന് ഞാൻ പറഞ്ഞു തരികയാണ്. ആരെങ്കിലും ഉള്ളിലൊക്കെ അധികമായിട്ടുള്ള സംഭവം ഇതൊക്കെ ഒന്ന് നീങ്ങി പോകണമെന്ന് ഞാൻ പറഞ്ഞതിനർത്ഥം മനസ്സിലായോ? അതുപോലെ തന്നെ ഗാഠത, എപ്പോഴും കിടന്ന് ഉറങ്ങാനുള്ള ചിന്തകൾ, ഉറക്കം തന്നെ ഫുൾ ടൈം ഉറങ്ങാം. അതിനോട് ഗാഠനിദ്ര വരുത്തുന്ന ഒരു ആത്മാവ്, കൂടെ കൈ കെട്ടി കിടക്കുക, പിന്നെയും കിടക്കുക, പിന്നെയും കിടക്കുക. മനസ്സിലായോ? അങ്ങനെ അവിടെ പറയുന്നുണ്ട്, അങ്ങനെ നിന്റെ ഇത് ആയുധപാണിയെ പോലെ വരുന്ന പറയുന്നു. എന്ന് പറഞ്ഞാൽ ഈ അങ്ങനെ കിടന്ന് മടുപ്പായി പോകും. അതുപോലെ തന്നെ മനോവിഭ്രമം വരുത്തുക, വിപരീത ബുദ്ധി, വഴിപിഴപ്പിക്കുക, തല തിരിഞ്ഞ് നടക്കുക, താന്തോന്നിത്തരം ചെയ്യുക, അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ എന്ത് സമയം കഴിഞ്ഞല്ലോ. ദൈവത്തിന് ഒറ്റ ആത്മാവുള്ളൂ, പരിശുദ്ധാത്മാവ്. പിശാചിന് നമ്മളിപ്പോൾ കുറച്ച് കാര്യം എഴുതിയിട്ട് ഇനി ഇങ്ങനെ കിടക്കുകയാണ് ഇഷ്ടം പോലെ. അതുകൊണ്ട് വചനം പറഞ്ഞത്, ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന പല ചിന്തകളും ഇത് ദൈവത്തിൻ്റെ ആത്മാവിലാണോ അത് പുറത്തുനിന്നാണോ എന്ന് നമ്മൾ നോക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ ആത്മാവിനാലല്ലെങ്കിൽ അതിനെ നീക്കിക്കളയാനായിട്ട് പഠിക്കണം. മനസ്സിലായോ? അങ്ങനെ വരുമ്പോൾ അത് നമ്മളുടെ വ്യക്തി ജീവിതം, ക്യാരക്ടർ അങ്ങ് മാറും, കാഴ്ചപ്പാടുകൾ മാറും, കുടുംബജീവിതം മാറും. നല്ല ഭാര്യയായി, നല്ല ഭർത്താവായി, നല്ല മക്കളായി, നല്ല ശുശ്രൂഷകനായി നമ്മളെ യേശുവിനെ കാണുന്നൊരു അനുഭവത്തിലേക്ക് കയറി വരാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോട് ദൈവം ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പറയുന്ന എല്ലാ കൃപകൾക്കായിട്ട് നന്ദി. ഓരോ വചന കേൾവി ഞങ്ങളെ പുത്രൻ്റെ സ്വരൂപത്തോട് ഞങ്ങളെ അനുരൂപമാക്കണം കർത്താവേ. പറഞ്ഞു കിടക്കുന്ന കുറവുകളെ നീക്കണം. തങ്ങളെ തന്നെ ചതിക്കുന്ന ഒന്നും ഞങ്ങളിൽ ഉണ്ടാകരുത് കർത്താവേ. ഞങ്ങളുടെ വരവേറ്റടുത്തിരിക്കുന്നല്ലോ, എപ്പോഴാണ് ഞങ്ങൾ അറിയുന്നില്ല. വിശ്വസിച്ചതിനേക്കാൾ രക്ഷ ഞങ്ങളോട് കൂടുതൽ അടുത്തിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ. ഈ ഭൂമിയിലെ 70, 80, 100, 120 വയസ്സ് വരെയുള്ള ജീവിതമല്ല അങ്ങനെ ആൾക്കാർ ഒരുക്കിയിരിക്കുന്ന നിത്യത. അതിനൊന്ന് കണ്ട് അതിനായി കർത്താവെ അധികമായി കാംക്ഷിപ്പാൻ, അതിനൊത്തോളം ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ എല്ലാവരും അങ്ങ് സഹായിക്കണം കർത്താവെ. പരിശുദ്ധാത്മാ എല്ലാവരും അഭിഷേകം ചെയ്യണം. കേട്ട വചനങ്ങളൊന്നും നഷ്ടമായി പോകരുത് കർത്താവെ. അത് 60, 100 മേനി ഫലത്തിലേക്ക് കയറി വരുന്ന വ്യക്തിത്വങ്ങളായി, ദിവ്യ സ്വഭാവത്തിനുടമകളാക്കി എല്ലാവരും മാറ്റണമേ. എല്ലാ നന്മകളാൽ എല്ലാവരും നിറയ്ക്കണം.
കുടുംബജീവിതത്തിൽ ഐക്യതയും സ്നേഹമൊക്കെ ഉണ്ടാകണം. തമ്മിൽ തമ്മിൽ ക്ഷമിക്കാനും മറക്കാനും പൊറുക്കാനുള്ള കൃപ നൽകണം. ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ എല്ലാവരും നിറയ്ക്കണമേ. യേശുക്രിസ്തു നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ.